പിന്നെ പറയാ എന്ന് വിചാരിച്ച് ചിലപ്പം മൈക്ക വിടും, പിന്നെ അത് ഓർമ്മ ഉണ്ടായിക്കോന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചവരുണ്ടെങ്കിൽ അത് പ്രത്യേകമായി അറിയിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തആല ആവശ്യമായതൊക്കെയും പഠിക്കാനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞ് ഹാർത്തവ കാര്യം പീരിയഡ് രക്തം പുറപ്പെടുന്ന മെൻസസ് രക്തം, ഹൈള് രക്തം പുറപ്പെടുന്ന സഹോദരിമാര് ഉറങ്ങുന്ന നേരത്ത് ഒളു ചെയ്യുന്ന ഒരു പ്രവണത, ഒളു ചെയ്തുറങ്ങുക. അപ്പൊ എല്ലാവരും പറയുന്നത് എന്താ, എല്ലാവർക്കും ഉറങ്ങാൻ നേരത്ത് ഒളു ചെയ്യൽ സുന്നത്താണല്ലോ അല്ലേ? ഉറങ്ങാൻ നേരത്ത് ഒളു ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഹൈള രക്തം പുറപ്പെടുന്ന സഹോദരി അല്ലെങ്കിൽ പ്രസവ രക്തം പുറപ്പെടുന്ന സഹോദരി, ഈ സഹോദരിമാർക്ക് ഇങ്ങനെ ഉറങ്ങുന്ന നേരത്ത് ഒളു ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. പറ്റൂലാന്ന് ഞാൻ ആദ്യം ഒറ്റവാക്കിൽ മറുപടി പറയും. എല്ലാ ഹൈലുകാരികൾക്കല്ല, നല്ല ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് അവിടെ. ഹൈല് രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ചർച്ച വരുന്നത്. പിന്നെ ഹൈല് രക്തം നിന്ന് കുലിക്കുന്നതിന് മുമ്പുള്ള ഒളു അത് വേറെ ചർച്ചയാക്കി ചെയ്യാം. അപ്പൊ ഹൈല് രക്തം പുറപ്പെടുമ്പോൾ ഒളു ചെയ്യാം, അത് പാടില്ല. കാരണം എന്താണെന്നറിയാം നിങ്ങൾ? അതായത് ഈ ഒളുഇന്റെ ഷർത്തുകൾ എത്ര അതെന്ന് വെച്ചാൽ എല്ലാവരും അറിയുന്നവരെ കൊണ്ട് ഒളുഇന്റെ ഷർത്തുകൾ എത്ര ആർക്കും അറിയില്ല. വേം പറയും ഇത് റെക്കോർഡായി ഊതുന്ന നമ്മളെ 5 പൂവ് ഊതാനല്ല പൈസ വല്ല കഥവേ പറഞ്ഞത്. ഒളുവിന്റെ ഷർത്ത് 11 ഉണ്ട്. സുബ്ഹാനല്ല, ഈമാൻ ഇസ്ലാം അല്ല ഞാൻ ചോദിച്ചത് കേട്ടോ, ഒളുഇന്റെ ഷർത്താ ചോദിച്ചത്. നിങ്ങൾക്ക് കേൾക്കണം, നമ്മൾ സമയം കളയണ്ട. ഒളുഇന്റെ ഷർത്ത് സാധാരണ ഇപ്പം നമ്മൾ 5 പറയാറുള്ളത്. പക്ഷെ അത് വിശദീകരിച്ച് പറയുമ്പോൾ എത്തോളം ഷർത്തുകളുണ്ട്. സാധാരണ ഇപ്പം നമ്മൾ വെള്ളം മുസ്താമലാവുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ എന്ത് ചെയ്യുക, വെള്ളം ഒലിപ്പിക്കുക, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ചേരലിനെ തടസ്സപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക പോലത്തെ 5 ഷർത്തക്ക് നമ്മൾ എന്നു. യഥാർത്ഥത്തിൽ ഒളു സഹിയാവാൻ ഒരു ഷർത്തുണ്ട്. അതെന്താ? അതായത് ഹൈള് രക്തം പ്രസവ രക്തം പോലോത്തത് ഇല്ലാതിരിക്കുക, അതൊരു ഷർത്താ. എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കണം. നമ്മുടെ ഭാര്യ സഹോദരിമാർക്കൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യമാണ്. നോക്കി നിങ്ങൾ, അതായത് ഒളു സഹീഹാവാനും ഒളു നിർബന്ധമാവാനുമുള്ള ഒരു നിബന്ധനയാണ് നമ്മുടെ ഇബ്രാഹിം കുഴിമന്ന, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, ഈ കിതാബ് വാങ്ങിത്തരാൻ അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയ ഇബ്രാഹിം കുഴിമന്ന ഉസ്താദിനും അതിനുവേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ച ആ പ്രിയപ്പെട്ട സഹോദരൻ അറബി സുഹൃത്തിനും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ആ കിതാബില് 4 മദ്ഹബിന്റെ മസാലകളും വിശദീകരിക്കുന്ന ഒരു കിതാബാണത്. മൗസൂഅത്തുൽ ഫിഖ്ഹിയ എന്ന് പറയുന്ന കിതാബ്. അതിന്റെ 43-ാമത്തെ വാല്യം 337-ാമത്തെ പേജ്. ഈ ക്ലാസ് കേൾക്കുന്ന ഉസ്താദുമാര് ഞാൻ ഈ കിതാബ് നോക്കിയിട്ടല്ല ഷാഫി മദ്ഹബ് പറയുന്നത് കേട്ടോ. ഷാഫി മദ്ഹബിലെ ആധികാരികമായ കിതാബ് നോക്കി തന്നെയാണ് പറയുന്നത്. പക്ഷെ 4 മദ്ഹബും വിശദീകരിക്കുന്ന ഈ കിതാബിന്റെ ഒരു ഇബാറത്ത് കാണാം, ഇൻകിതാഉ മാ യുനാഫിൽ ഒളുഅ, ഒളുഇനോട് എതിരാവുന്ന കാര്യം മുറിയുക, അത് മുറിഞ്ഞു പോകുക. ആ ഒളുഇനോട് എതിരാവുന്ന കാര്യം എന്താ? മിൻ ഹൈലിൻ, ഹൈലിനാൽ, വ നിഫാസിൻ, നിഫാസിനാലും. അപ്പൊ ഒളു ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ കുലിക്കുന്ന സമയത്ത് കുലിയോടും ഒളുഇനോടും എതിരാവുന്ന കാര്യം ഉണ്ടാവാതിരിക്കുക, അത് ഒളു സഹിയാവാന്നുള്ള ഷർത്താണ്. എന്നുകൂടി ഞാൻ പറയുന്നു, അദമുൽ മുനാഫി എന്ന് പറഞ്ഞ ഒരു ഷർത്തുണ്ട്. അതായത് ഒളുഇനോട് എതിരാവുന്ന കാര്യം ഉണ്ടാവാതിരിക്കൽ ഷർത്താണ് എന്ന് ഫിഖിന്റെ കിതാബിലൊക്കെയും കാണാം. തുഹിഫ, ഷർക്കാവി, ഖല്ലൂബി, നിഹായ, ജമല്, ഫത്തുഹുല്ലല്ലാം, ഇഖ്നാ, ബുശ്റൽ കരീം പോലത്തെ എല്ലാ കിതാബുകളിലും. ഹലോ, ഞാൻ ക്ലാസ്സിലാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ക്ലാസ് എന്നും കേൾക്കാറുണ്ട്. പക്ഷെ ആ ക്ലാസ്സിന്റെ നേരത്തെ ഒരു ഫോൺ ചെയ്യുള്ളൂ. അപ്പൊ തന്നെ മനസ്സിലായി ഒരു ക്ലാസ് കേൾക്കാറുണ്ട്. അങ്ങനെ കുറെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ നമ്പർ ഞാൻ വേറെ
സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയാം. ഉറക്കൊക്കെ ഒന്ന് പോവുകയും ചെയ്യും. ഉസ്താദിന്റെ ക്ലാസ് എന്നും കേൾക്കാറുണ്ട്. പക്ഷെ ക്ലാസ് എടുക്കുന്ന ടൈമിലേക്കാൾ ഓലെ വിളി വരും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ല ഒരു ക്ലാസ് കേൾക്കാറുണ്ട്. ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മുടെ എല്ലാ മദ്ഹബിന്റെ കിതാബുകളിലും കാണാം ഈ ചർച്ച. എല്ലാ പല മദ്ഹബിന്റെ കിതാബിൽ, എല്ലാം ഫിഖിന്റെ കിതാബിൽ. അതായത് അദമുൽ മുനാഫി, വുളൂഇനോട് എതിരാവുന്ന കാര്യം ഉണ്ടാവാതിരിക്കുക. വുളൂഇനോട് എതിരാവുന്ന കാര്യം ഏതാണ്? ഇപ്പൊ ഹൈള്, നിഫാസ്, മൂത്രം അങ്ങനെ ഒഴിക്കുക. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്ത് ഏതായാലും നേരല്ല, മൂത്രമൊഴിക്കൽ നടക്കട്ടെ, ഒലുണ്ടാക്കൽ നടക്കട്ടെ വെച്ചിട്ട് ഒരാൾ ഒലുണ്ടാക്കിയാൽ ഒലു സഹിയാവൂല, മൂത്രം പോയിക്കൊണ്ടിരിക്കുമ്പോ. അപ്പൊ അവരെ ഇഷ്കാരാവരുത്. മൂത്ര വാർച്ച വേറെ, അതൊരു രോഗാണ്. ഇടക്കിടക്ക് ഇങ്ങനെ മൂത്രം ഒറ്റുകൊണ്ടിരിക്കുക, അതിന് ബാധകല്ല, അതൊരു രോഗമാണ്. ഒരാളിങ്ങനെ മൂത്രം ഉസാറായിട്ട് ചേച്ചിട്ട് മൂത്രം ഒഴിക്കുക, അപ്പൊ ഒന്ന് ഒലുണ്ടാക്കുക, ഒലു സഹിയാവൂല. അപ്പൊ എന്നതുപോലെ ഒലു ഇങ്ങനെ, അതായത് ഹൈള് രക്തം പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, പ്രസവരക്തം പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അത് ഒലുഇനോട് എതിരായ കാര്യമാണ്. ഇങ്കിത്താവുൽ ഹദസ് വേണമെന്ന ഒലു സഹിയാവാൻ, അതായത് അശുദ്ധി മുറിയണം. അപ്പൊ ഹൈള് രക്തം പുറപ്പെടുക എന്നുള്ളത് അശുദ്ധിയുടെ കാരണമാണ്. പ്രസവരക്തം പുറപ്പെടുക എന്നുള്ളത് അശുദ്ധിയുടെ കാരണമാണ്. ഒലു സഹിയാവാൻ അത് ഇങ്കിത്താവ് വരണം, അത് മുറിയൽ ശ്രദ്ധിക്കണം. അപ്പലേ ഒലു സഹിയാവുള്ളൂ. എല്ലാം അഥവാ എന്റെ നെറ്റ് പോവുകയാണെങ്കിൽ ബാക്കി ഫുള്ള് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കണേ. കാരണം ഇവിടെ ഹൈലുകാരിയായിരിക്കെ കുലിക്കൽ സുന്നത്തായ കുലികളും ആ കുലിയുടെ മുമ്പുള്ള ഒലുഇന്റെ ചർച്ചകളൊക്കെ ഉണ്ട്. പൗതി കേട്ടിട്ട് ഇനി ഒരു കുലിയും പറ്റൂല എന്നാണ് അബൂ റയ്യാൻ പറഞ്ഞത് എന്നത് ചർച്ചയാണ്. വിശാലമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എന്താ? അതായത് ഹൈള് രക്തം പോലോത്ത, പ്രസവ രക്തം പോലോത്ത ഒലുഇനോട് എതിരായി വരുന്ന കാര്യങ്ങൾ ഇല്ലാതിരിക്കുക, അഥവാ രക്തം മുറിയുക, അത് ഷർത്താണ് ഒലു സഹിയാവാൻ എന്ന് നമ്മുടെ എല്ലാ ഫിഖിന്റെ കിതാബിലും കാണാം. ഞാൻ ഈ മൗസൂഅത്തുൽ ഫിഖിയ്യ വായിക്കാൻ കാരണം എന്താ? മറ്റു മദ്ഹബിലും അത് തന്നെയാണ് വിധി. അതായത് ഷാഫിഈ, ഹംബലി, മാലിക്കി പോലത്തെ കിതാബുകളിലൊക്കെയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് മറ്റു മദ്ഹബിലും ദാനം പറയാ റഹബൽ ഹനഫിയ്യത്തു, ഓക്കെ, റഹബൽ ഹനഫിയ്യത്തു വൽ മാലിക്കിയ്യത്തു വശാഫിഇയ്യത്തു വൽ ഹനാബിലത്തു ഇലാ അന്നങ്കിത്താഅ മാ യുനാഫിൽ ഉളൂഅ മിൻ ഹൈലിൻ വനിഫാസിൻ ഷർത്തുൻ ഫി വുജൂബിൽ ഉളൂഇ വസിഹ്ഹതിഹി മഅൻ. ഹനഫിയാക്കലും മാലിക്കിയാക്കലും ഷാഫിയാക്കലും ഹംബലിയാക്കലും ഒളുഇനോട് എതിരാവുന്ന കാര്യം മുറിയൽ, ഹൈള് നിഫാസ് പോലത്തെ കാര്യങ്ങൾ മുറിയൽ എന്താണ്? അത് ഷർത്താണ്. ഒളു നിർബന്ധമാവുന്ന കാര്യത്തിലും ഒളു സഹീഹാവുന്ന കാര്യത്തിലും. അപ്പൊ ഒളു ഉണ്ടാക്കുന്ന ഒളു സഹീഹാവാൻ എന്ത് ഷർത്താണ്? ഹൈള് രക്തം പുറപ്പെടുന്നവൽ ആവാതിരിക്കുക, പ്രസവ രക്തം പുറപ്പെടുന്നവൽ ആവാതിരിക്കുക എന്നുള്ളത് ഒലു സഹിയാവാനുള്ള ഷർത്താണ്. മനസ്സിലായോ? ഇനി അവിടെ ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാൻ, ചില കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാൻ. ആ ഒഴിവുള്ള കാര്യം ഏതാകുന്നു? അതായത് ഹജ്ജിന് വേണ്ടിയുള്ള കുലി. എല്ലാം ശ്രദ്ധിക്കണം. ഹൈളുകാരിയായിരിക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാം, ഹൈളുകാരിയായിരിക്കെ ഉംറക്ക് ഇഹ്റാം ചെയ്യാം. ഇനി മുമ്പത്തെ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു മിനിറ്റ് ഇവിടെ ഉപയോഗപ്പെടുത്തുകയാണ്. ഹൈളുള്ള സമയത്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പാടില്ല, അതല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്യാൻ പാടില്ല എന്നൊരു ധാരണയുണ്ട്. ആ ധാരണ ശരിയല്ല. ഹൈളുകാരിയായിരിക്കെ, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണായിരിക്കെ എന്ത് ചെയ്യാം? ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. അതുപോലെ തന്നെ ഉംറക്ക് ഇഹ്റാം ചെയ്യാം. പക്ഷെ അവിടെ ഒരു നല്ല വശമുണ്ട്. നിഹായ, തുഹിഫ പോലത്തെ ഫിഖിന്റെ കിതാബുകളിൽ വളരെ വ്യക്തമായി കാണാം. ഒരു സ്ത്രീക്ക് ഹൈള് രക്തം നിന്ന് കുളിച്ചു ശുദ്ധിയായി ഇഹ്റാമിനുള്ള സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലാണ് നല്ലത്. അത് വേറെ കാര്യം. ഒരു ഹൈള് രക്തം നിന്ന് കുളിച്ചു ശുദ്ധിയായി ഇഹ്റാം ചെയ്യലാണ്
അത് സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യലാണ് നല്ലത്. ഇനി അങ്ങനെ സൗകര്യമുണ്ടായിരിക്കെ ഹൈള രക്തം നിന്നിട്ട് കുലിച്ച് ശുദ്ധിയായി ഇഹ്റാം ചെയ്യാൻ സൗകര്യം ഉണ്ടായിരിക്ക തന്നെ ഒരു സ്ത്രീ എന്ത് ചെയ്തു? ഹൈള രക്തം പുറപ്പെടുമ്പോ ഹജ്ജിന് ഇഹ്റാം ചെയ്തു, അതല്ലെങ്കിൽ ഉംറക്ക് ഇഹ്റാം ചെയ്തു. ഒരു കുഴപ്പവും ഇല്ല. ആ ഇഹ്റാമിന് ഒരു കുഴപ്പമില്ല, ഇഹ്റാം സഹിയാണ്. ഒന്നുകൂടി ഒരു മിനിറ്റ് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി. ഇഹ്റാം ചെയ്തപ്പോ എന്തില്ല? ചെയ്യുന്ന നേരത്ത് അയില ഒന്നുമില്ല. പക്ഷെ അത് ചെയ്തതിനു ശേഷം മെൻസസ് പീരിയഡ് ആയി, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്താണ് പിന്നെ ഉള്ളത്? അത് രക്തം നിന്ന് കുലിച്ച് ശുദ്ധിയാകുന്നത് വരെ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് പ്രകാരം തവാഫ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രം. തവാഫ് ചെയ്യാൻ പറ്റൂല. തവാഫ് ചെയ്യണമെങ്കിൽ ശുദ്ധി ഷർത്താണ്. അപ്പൊ എന്ത് വേണം? ഹൈല രക്തമുണ്ടായിരിക്കെ ഒരു പെണ്ണ് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു, ആ ഇഹ്റാം ചെയ്തു, അതല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. സ്വാഭാവികമായും ഹജ്ജിനൊക്കെ പോവാൻ ഉദ്ദേശിക്കുന്നവര് ഒളൂഇന്റെയും അവരുടെ ഈ ഹൈലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നല്ലവണ്ണം മനസ്സിലാക്കാണ്ട്. കാരണം ഹജ്ജിൽ നിർബന്ധമാകുന്ന തവാഫ് ഏതാ? ഇഫാലത്തിന്റെ തവാഫാണ്. നല്ല ശ്രദ്ധിക്കണം. ഇഫാലത്തിന്റെ തവാഫിന്റെ യഥാർത്ഥ സമയം ദുൽഹജ്ജ് 10 പക്ഷെ അതിന്റെ സമയം ഖളാ ആവുന്ന സമയം മരണം വരെയാണ്. എന്റെ സഹോദരിമാര് സാന്ദർഭികമായി ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഈ പാത്ത് പലിച്ചോ ഭ്രാന്താവുമ്പോ പാതാന്ന് പറഞ്ഞല്ല മുമ്പൊരാൾ. പാത്ത് പലിച്ചാലേ ഭ്രാന്താവുമ്പോ പാതാന്ന് പറഞ്ഞ മാതിരി മസാലപ്പ പലിച്ച ഹജ്ജിന് പോവാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോ നമുക്ക് ഉപയോഗപ്രദമാവാം. അപ്പൊ എന്ത് ചെയ്തു? ഒരു പെണ്ണിന് ദുൽഹജ്ജ് 9 അന്നെന്ത് ചെയ്തു? മെൻസസ് പീരിയഡ് എന്ത് തുടങ്ങി? അറഫയിൽ നിൽക്കുന്ന നേരത്തെ ഒരു കുഴപ്പമില്ല. അതായത് ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ആരും ഒരു വിഷമൊന്നും വിചാരിക്കരുത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട്. അതായത് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രവർത്തനങ്ങളിൽ നിന്ന് ഹൈലുണ്ടാവുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത അമല് തവാഫും തവാഫിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും. ആ 2 റക്അത്ത് സുന്നത്തുള്ളൂ. തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്ത് ഒരാൾ കൊണ്ടുവരികയാണെങ്കിൽ എന്താണ്? ആ സുന്നത്തെ നിസ്കരിക്കുമ്പോ അതിനും ശുദ്ധി ഷർത്താണ്. ബാക്കി ഒന്നിലും എന്ത് ഷർത്തില്ല. ഈ ഹൈലുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ പ്രസവരക്തം ഉണ്ടാവാൻ പാടില്ല എന്ന നിബന്ധനയില്ല. അപ്പോ ഒരു ജിദ്ദയിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണാണ്, നിങ്ങൾ കൂട്ടിക്കോലി. ജിദ്ദയിൽ പ്രസവിച്ച് കിടക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണിന് പ്രസവരക്തം പോയി കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4-5 മാസം കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിക്കുകയാണ്. നാട്ടിലേക്ക് തിരിച്ചാൽ ഇനി തിരിച്ചു വന്നൊരു ഹജ്ജ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുമെന്ന് ഈ പെണ്ണിന് പ്രതീക്ഷയില്ല. എന്നാൽ ഈ പ്രസവ കാരണം പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണാണ്. ഇപ്പോഴാണെങ്കിലും ഹജ്ജിന് പോവാനൊരു കേപ്പുണ്ട്. പോവാന്ന് നിങ്ങൾ പൊയ്ക്കോലി. പ്രസവരക്തം പുറപ്പെടുന്നത് വെച്ചിട്ട് ഹജ്ജിന് പോവാതിരിക്കണ്ട. ഹജ്ജിന് പോവാം, ഹജ്ജ് ചെയ്യാം. പക്ഷെ അതിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഹജ്ജിന്റെ നിർബന്ധമായ ഒരു ഘടകമാണല്ലോ ഇഫാലത്തിന്റെ തവാഫ്. അത് ഹൈലുകാരിയായിരിക്ക ചെയ്യാൻ പറ്റൂല. അതിനെന്ത് ചെയ്താൽ മതി? മക്ക വിടാതെ എത്ര കാലം ആ മക്കയിൽ താമസിക്കുന്നുവോ അത്ര കാലം ഒരാള് ഇഫാലത്തിന്റെ തവാഫ് അല്ലാത്ത എല്ലാ കാര്യം ചെയ്തു. ഹറമിൽ പ്രവേശിക്കാം. ഇനിയിപ്പോ എന്താ കുഴപ്പം? ഹറമിൽ പ്രവേശിക്കണമെന്ന് എന്താ കുഴപ്പം? പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൂ. ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു മസലല്ല. ഹൈലുകാരിയായ പെണ്ണിന് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല, പള്ളികളിൽ പ്രവേശിക്കാൻ പാടില്ല. അല്ലാതെ ഹറം എന്ന് പറഞ്ഞ് വിശാലമായ ഭൂമിയല്ലേ, ഒരുപാട് ഏരിയുള്ള സ്ഥലല്ലേ, അതിൻ്റെ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പാടില്ല, അങ്ങനെ ഒരു മസലല്ല. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്പൊ ഞാൻ മസല പറയാം. ഒരാള് ഇഫാലത്തിന്റെ തവാഫ് അല്ലാത്ത എല്ലാ കാര്യം ചെയ്ത് ഇഫാലത്തിന്റെ തവാഫ് ചെയ്തില്ല, ഓനൊരു 10 കൊല്ലം, 10 എന്നുള്ളത് ഒരു ഉദാഹരണം കേട്ടോ, ഓ മക്കയിൽ താമസിച്ച 10 കൊല്ലം മക്കയിൽ താമസിക്കാണ്. അതുവരെ ഓൻ ഇഫാലത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല നിൽക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊരു വിഷയങ്ങളുണ്ട്. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുക പോലത്തെ വിഷയങ്ങളൊക്കെ വരും. അപ്പൊ ഇഫാലത്തിന്റെ തവാഫിന്റെ സമയം
മക്ക വിടുന്നതിന്റെ മുമ്പ് മരിക്കോല അതിന് സമയമുണ്ട്. ഓനൊരു അപ്പൊ ഈ അറഫയിൽ നിൽക്കുമ്പോ എന്ത് ചെയ്തു? ഒരു പെണ്ണിന് ഹൈല രക്തം തുടങ്ങി, അല്ലെങ്കിൽ കല്ലേറക്കും കഴിഞ്ഞ്, നമ്മുടെ ജമ്മകളിലുള്ള കല്ലേറക്കും കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിന് ഓല ഇഫാദത്തിന്റെ തവാഫ് ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ അപ്പോഴേക്ക് മെൻസസ് പീരിയഡ് തുടങ്ങി. 13 14 ദിവസമൊക്കെ ഈ പെണ്ണിന് മെൻസസ് പീരിയഡ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി നിസ്കരിച്ചാൽ മതി. പിന്നെ അവിടെ വേറൊരു ശാസ്ത്രങ്ങൾക്ക് വരുന്നുണ്ട്. ആ മെൻസസ് പീരിയഡ് കയ്യോളം മക്കയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ എന്തു ചെയ്യും? ഉസ്താദ്, അതൊരു ചോദ്യമാണ്. അങ്ങനെ ശരിയാണ് ഉസ്താദെ. കുറെ ഈ മെൻസസ് പീരിയഡ് കയ്യോളം മക്കയിൽ നിൽക്കാൻ സൗകര്യമുള്ളവർക്കല്ലേ അത് നടക്കുള്ളൂ. സൗകര്യമില്ല. പബ്ലിക്കിൽ ചോദ്യം വരുന്നവർ തൽക്കാലം വിഷയം ശ്രദ്ധിക്കുക. ചോദ്യം അവരെ എഴുതി വെച്ചോലി. കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസിന്റെ വിശദീകരണം കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കിടക്കാം. അപ്പോ മെൻസസ് പീരിയഡ് കയ്യോളം മക്കയിൽ നിൽക്കാൻ പറ്റുവൽക്കല്ലേ അത് നടക്കുള്ളൂ. ഉദാഹരണം പറയാ, ദുൽഹജ്ജ് 14 അന്ന് മക്ക വിടണം. അത് നിർബന്ധം. കാരണം ആ പെണ്ണിന്റെ വിസ അങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോ ഒരു അനുഭവം പറയാം. നമ്മുടെ KMIC റേഡിയോ ശ്രോതാക്കളായ ഡൽഹിയിലുള്ള ഒരു ഭാര്യയും ഭർത്താവും കഴിഞ്ഞ കൊല്ലം ഹജ്ജിന് വരികയാണ്. അവർക്കാകെ 7 ദിവസത്തെ ലീവ്. ഡൽഹിയിലെന്തോ ഗവൺമെന്റ് ജോലിയാണ്. നമ്മുടെ KMIC റേഡിയോ ശ്രോതാക്കള 7 ദിവസത്തെ ലീവാണ് ആകെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. ദുൽഹജ്ജ് 13 അന്ന് അവർക്ക് 13 14 അന്ന് മക്ക വിടൽ നിർബന്ധം. അവർക്ക് 15 ഉള്ളിലായി ഓഫീസിൽ പ്രവേശിച്ചോളണം, ജോലിയിൽ പ്രവേശിച്ചോളണം. പക്ഷെ ആ സ്ത്രീ സാധുവായി എനിക്ക് വിളിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഹജ്ജിന് അവരെ ദുൽഹജ്ജ് 11 അന്നാണ് എനിക്ക് വിളിച്ചത്. സാറേ, ഞാൻ മെൻസസ് ബ്ലോക്ക് ആക്കാലം മരുന്നൊക്കെ കഴിച്ചിട്ട് പോണെങ്കിലും എനിക്ക് ഇവിടെ എത്തിയപ്പോ മെൻസസ് ആയി. ഞാൻ ഇഫാളത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല. എനിക്ക് ഞാൻ 5 ദിവസം കഴിഞ്ഞാലേ ഈ ഹൈല് രക്തം നിൽക്കുകയുള്ളൂ. പക്ഷേ 5 ദിവസത്തിന്റെ മുന്നേ എനിക്ക് മക്ക വിടണം. ഞാൻ എന്ത് ചെയ്യണം? ഇനി മസലുണ്ട്. അത് നമ്മൾ കാലിയര് പറഞ്ഞ മാതിരിക്കുള്ള ഒരു മസലല്ല. പണ്ടാരോ കളവ് നടത്തി വിധി വന്നു നോക്കുമ്പോ, കള്ളനെ പൊളിച്ചു നോക്കുമ്പോ എന്താണ്, കാലിയുടെ മകൻ തന്നെയാണ് കത്തിക്കണ്. അപ്പൊ കാലി പറഞ്ഞ കുന്തം ചെരിച്ചിട്ടാലിന്. അപ്പൊ അതിന് ശിക്ഷ വന്നാൽ എന്താ, കുന്തം ഇങ്ങനെ നീട്ടി വെക്കുക. അത് 3 നെല്ല്. ആ നെല്ല് സദക്ക ചെയ്യാനാണ് ഒരു വിധി വന്നത്. പക്ഷെ വിധി വന്നു നോക്കുമ്പോ കാലിയരെ മകൻ തന്നെയാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കാലിയര് പറഞ്ഞ കുന്തം ചെരിച്ചിട്ടിട്ട് 3 അത്ര നെല്ല് കൊടുക്കാൻ മതി. അങ്ങനെയുള്ളൊരു മസ്കലല്ലത്. എന്താണ്, അവിടെ വളരെ വ്യക്തമായി സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ അങ്ങനെ വരും. അപ്പൊ ഇഫാളത്തിന്റെ തവാഫ് അങ്ങനെ ചില സഹോദരിമാർ പറയും, അള്ളാഹ് ഞാൻ എന്താ ചെയ്യാ, ഇനി 4 5 ദിവസം കഴിഞ്ഞിട്ടേ ഹൈല രക്തം നിൽക്കുള്ളൂ, ഇഫാളത്തിന്റെ തവാഫ് ചെയ്തിട്ടില്ല. പല്ലവരും വിളിക്കാം. അപ്പൊ ഞാൻ ചോദിക്കും, അല്ല നിങ്ങൾ എത്ര ദിവസം ഇനി മക്കയിലുണ്ടാവും? അല്ല, മക്കയില് 15 ദിവസമൊക്കെ ഇഞ്ഞുണ്ടാവും ഉസ്താദെ. ഇതൊക്കെ എവിടെ വരുന്നത് കാര്യങ്ങൾ? നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അവർ പ്രത്യേകമായ ഗ്രൂപ്പുകളൊന്നുമില്ലാതെ വരുന്ന ചില ഫാമിലി ഹജ്ജ് സംഘങ്ങളുണ്ട്. അവർക്ക് ചോദിക്കാനും പറയാനും പറ്റാവുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അൽഹംദുലില്ലാ പലവരും നമ്മുടെ KMICയുടെ ശ്രോതാക്കളൊക്കെ ആകുമ്പോ നമ്പറുള്ളവർ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇനി എത്ര ദിവസം മക്കത്തുണ്ടാവും? 5 ദിവസം കഴിഞ്ഞിട്ടേ ഹൈല രക്തം നിൽക്കുകയുള്ളൂ, അത് ഓക്കെ. പക്ഷെ നിങ്ങൾ മക്കയിൽ എത്ര ദിവസം ഉണ്ടാവും? ഇല്ല, ഞങ്ങൾ ഇനി ഒരു 15 ദിവസം പറഞ്ഞ മക്കയിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടേ മദീനത്തേക്ക് പോകുള്ളൂ, അതല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുമല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ 15 ദിവസം ഇനി മക്കത്തില്ലേ, 5 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഹൈല രക്തം നിൽക്കൂലേ? അപ്പൊ ഹൈല രക്തം നിന്നതിനു ശേഷം നിങ്ങൾ ഇഫാലത്തിന്റെ തവാഫ് ചെയ്താൽ മതി. പിന്നെ അവരെ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന ചില കാര്യങ്ങൾ അത് പിന്നെ പ്രത്യേകം വേറെ അത് മസാല ശ്രദ്ധിക്കാനുണ്ട്. അല്ല, ആരോ പറഞ്ഞു ദുൽഹജ്ജ് 10 അന്ന് തവാഫ് ചെയ്യണം. അതെ, ദുൽഹജ്ജ് 10 അന്ന് ഇഫാലത്തിന്റെ തവാഫ് ചെയ്യല് അതൊക്കെ അതിന്റെ അഫ്ളലായ രൂപവും കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ചെയ്യാൻ പാടില്ലാത്ത സമയം. അപ്പൊ മരണം വരെ ഇഫാലത്തിന്റെ തവാഫിന് സമയമുണ്ട്. അപ്പൊ നമ്മളെ ഹൈലയച്ചിട്ട് മക്കയിൽ താമസിക്കാൻ സൗകര്യമുണ്ട്, ഹൈലുമായി, അതിന്റെ പേരിലൊന്നും ബേജാറാവില്ല. അപ്പൊ ആകത്തുക ഞാൻ പറഞ്ഞത് എന്താ, ഹൈലുള്ള സമയത്ത് ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. മനസ്സിലായോ? ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. പക്ഷെ ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരുപാട് സുന്നത്ത് കൂലികളുണ്ട്. ഏകദേശം ഒരുപാട് സുന്നത്ത് കൂലികൾ. അതായത് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുമ്പോൾ സുന്നത്ത് കൂലി, അതുപോലെ തന്നെ മക്കയിൽ പ്രവേശിക്കുമ്പോൾ
സുന്നത്ത് കുലി, അറഫയിൽ പ്രവേശിക്കുമ്പോൾ സുന്നത്ത് കുലി. ഇങ്ങനെ വ്യത്യസ്തമായ സമയങ്ങളിൽ ഹജ്ജിന് ഒരുപാട് സുന്നത്ത് കുലികളുണ്ട്. ഈ സുന്നത്ത് കുലികളൊക്കെയും ആർക്കും കുലിക്കാം, ഹൈലുകാരിയായ പെണ്ണിനും കുലിക്കാം. അതേ നൊയ്വ. അപ്പൊ ഹൈലുകാരിയായ സുന്നത്തായ കുലിയാവട്ടെ, നിർബന്ധമായ കുലിയാവട്ടെ, അല്ലെങ്കിൽ സുന്നത്തായ ഒളു ആവട്ടെ, നിർബന്ധമായ ഒളു ആവട്ടെ, ഒളുവും കുലിയും സഹീഹാവാനുള്ള നിബന്ധന ഹൈല് രക്തം, പ്രസവ രക്തം മുഴിയുക എന്നുള്ളതാണ്. അതിൽ നിന്ന് ഏതൊഴിവാണ്? ഹജ്ജിന്റെ കുലി ഒഴിവാണ്. അപ്പൊ ഹജ്ജിന്റെ കുലി ആർക്കും കുലിക്കാം. ഇനിയിപ്പൊ അത് വേറെ ചർച്ചയായി വരട്ടെ. ഇനിയിപ്പോ ആ ചർച്ചയ്ക്കാണ് ഈ ചർച്ച പൂർത്തിയാവൂല തിരുവമ്പാടി. അത് 4 കോലം ഉണ്ട്. ഞാൻ എപ്പോ ആണെങ്കിൽ ഒറ്റവാക്കിൽ അതെന്ത് പറയാം. 4 കോലം. ഒരു ഹൈലുകാരിയായ പെണ്ണിന് തവാഫ് ചെയ്യേണ്ട സാഹചര്യം 4 രൂപത്തിൽ അതിന് ആ വിഷയം കൈകാര്യം ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? ചിലപ്പോ ഹൈല് രക്തം മുറിയാതെ, പിന്നെ അവിടെയൊക്കെ ഒരു പോത് വിശദീകരണം അതിലേക്ക് ഏതായാലും ഇപ്പോൾ കടക്കുന്നില്ല. വേണമെങ്കിൽ ഇൻഷാ അള്ളാ വേറെ ഏതെങ്കിലും ഒരു സമയം ഹൈലുകാരിയും തവാഫും എന്ന് പറഞ്ഞ് നമുക്കൊരു വിഷയം വെക്കാം. അപ്പൊ നമുക്കത് മാത്രം ഉൾക്കൊള്ളിക്കുമ്പോ ക്ലിപ്പ് കേൾക്കുന്നവർക്ക് ഒന്നുകൂടി ഉപകാരമായിരിക്കും എന്നാണ്. ഇനിയിപ്പോ അതിന്റെ ഇടയിൽ ഞാൻ ഈ വിഷയങ്ങൾ തിരിയാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ തന്നു മാത്രം. അപ്പൊ ഹൈലുകാരിയായ പെണ്ണിന് ഹജ്ജ് ചെയ്യാം, ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിലെ തവാഫും അതേമാതിരിക്കുന്ന അതിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തും അത് മാത്രമേ പാടില്ലാത്തതുള്ളൂ. അവരെ ഒരു സംശയം കൂടി സാന്ദർഭികമായി അത് തീർക്കാൻ. അപ്പൊ ചിലപ്പം വിദായിന്റെ തവാഫ്, വിധവാങ്ങൾ തവാഫില്ലേ, ഈ തവാഫ് ചെയ്യാൻ സാധിക്കാത്ത പല സഹോദരിമാരുണ്ട്. പക്ഷെ പലവരും അറിയുന്നില്ല. അങ്ങനെ ഹൈലുകാരിയായ പെണ്ണാണെങ്കിൽ മക്ക വിടുമ്പോൾ വിധവാങ്ങൾ തവാഫ് ആർക്ക് നിർബന്ധമില്ല. ഹൈലുകാരിയായ പെണ്ണിനും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും നിർബന്ധം ഇല്ല എന്നാണ് അതിന്റെ മസല. മനസ്സിലായോ? അതൊക്കെ പലരും വിളിച്ച് ചോദിക്കുന്നതാ. അത് ഇൻഷാ അല്ലാഹ് ഹൈലുകാരിയും തവാഫും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വേറൊരു വിഷയമാക്കി പറയാം. കാരണം 10,000-കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, പല ഗ്രൂപ്പിലൂടെയായി. അപ്പൊ അവർക്കൊക്കെ അതൊരു ഉപകാരം ചെയ്യും. ഞാൻ ഏതായാലും കൂടുതൽ ചർച്ചയിലേക്ക് അതിൽ കടക്കുന്നില്ല. ഞാൻ ഈ കുലിയുടെ മസാല തിരിയാൻ കാരണം ഹൈലുകാരിയായ പെണ്ണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ കുലിക്കുക എന്ന് പറയുമ്പോ ഇത് നമ്മൾ സാധാരണക്കാർ ഈ ക്ലാസ് നമ്മളെ ഗ്രൂപ്പിലൂടെയോ വാട്സാപ്പിലൂടെ കേൾക്കുമ്പോ ഹൈലുകാരിയായ പെണ്ണ് എന്താണ് ഇഹ്റാം ചെയ്യേ എന്നൊരു തോന്നല് വരും. ആ തോന്നല് വന്നാൽ പിന്നെ ഈ മസലകൾക്ക് തിരിയാതെ പോകും. ആ തോന്നൽ ഒഴിവാക്കാൻ അവരൊന്ന് സൂചിപ്പിച്ചതാണ്. അല്ല, എന്റെ വിഷയം തവാഫും ഹൈലും അല്ല എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പ്രത്യേകമായി ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ നമുക്ക് മസല എങ്ങനെ പറയാം. ഹൈലുകാരിയായ പെണ്ണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ ആ ഇഹ്റാമിന്റെ സുന്നത്ത് കൂലി ആർക്കും സുന്നത്താണ്. ഹൈലുകാരിയായ പെണ്ണിനും സുന്നത്താണ്, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും സുന്നത്താണ്. ആ കുലി ആർക്ക് കുലിക്കാം? ഹൈലുകാരിയായ പെണ്ണിനും കുലിക്കാം, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും കുലിക്കാം. ഹജ്ജിന്റെ മറ്റു സുന്നത്തായ കുലികളൊക്കെ ഇട്ടോ. ഞാൻ ഈ ഇഹ്റാമിന്റെ കുലി മാത്രമല്ല മറ്റത്. ഇനി അവിടെ ഒരു ചർച്ച എല്ലാം ശ്രദ്ധിക്കുക. സുന്നത്തായ കുലിയാവട്ടെ നിർബന്ധമായ കുലിയാവട്ടെ അതിന്റെ മുന്നേ ഒളു സുന്നത്താണ്. നമ്മൾ പലവരും ശ്രദ്ധിക്കാതെ പോയ ഒരു വിഷയമാണത്. ഞാൻ ദയവായി ചോദിക്കാത്തോ, അതിനൊരു വെറുപ്പൊന്നും വിചാരിക്കാതെ. ജുമുഅക്കുള്ള സുന്നത്തായ കുലി പലവരും കുലിക്കുന്നുണ്ട് അല്ലേ? വെള്ളിയാഴ്ച ദിവസം നമ്മൾ ജുമുഅക്ക് പോകുമ്പോഴുള്ള സുന്നത്തായ കുലി പലവരും കുലിക്കുന്നു. എത്ര ആൾ ഒതുണ്ടാക്കലുണ്ട്? ഒതുണ്ടാക്കുന്നോലൊക്കെ രസറിച്ചാല് പറയും. ജുമുഅക്ക് വേണ്ടിയുള്ള കുലി കുലിക്കുമ്പോ ജുമുഅക്കുള്ള കുലിയല്ല അല്ല, അതിന്റെ പോലും അല്ല. ആ ജുമുഅക്ക് അൽഹംദുലില്ലാഹ് അറിയില്ലായിരുന്നു. നോക്കിങ്ങള് അതല്ല താലിബുൽ ഇൽമ്, അല്ലാഹു ബറക്കത്ത് നൽകാൻ. സുന്നത്തായ കുലിയാണെങ്കിലും നിർബന്ധമായ കുലിയാണെങ്കിലും അതിന്റെ മുന്നേ ഒതുണ്ടാക്കൽ സുന്നത്താണ്. കേട്ടിട്ടില്ല പലരും കേട്ടിട്ടില്ല. അതെല്ലാം പറഞ്ഞത് കേൾക്കണം. അള്ളാഹു ഇനി അടുത്ത വെള്ളിയാഴ്ച മുതൽ നമുക്ക് ഒതുണ്ടാക്കാല ഒരു തൗഫീഖ് അള്ളാഹു നൽകട്ടെ. അപ്പൊ നമുക്ക് മസലയിലേക്ക് വരാം. അപ്പൊ ഹൈലുകാരിയായ പെണ്ണ് ഈ ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുമ്പോൾ അവിടെ ഇഹ്റാമിനുള്ള സുന്നത്തായ കുലി കുലിക്കുമ്പോ
ആ കുലിയുടെ മുന്നോടിയായിട്ടൊരു ഒളു ഉണ്ടല്ലോ, ഈ ഒളു ഈ ഹൈലുകാരിയായ പെണ്ണിന് എടുക്കാൻ പറ്റുമോ പറ്റില്ലേ? അതാണ് ഇന്നത്തെ യാത്ര. ഞാൻ പറഞ്ഞതെന്താ ഹൈലുകാരിയായ പെണ്ണിന് ഹൈല് രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കെ ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. അതുപോലെ തന്നെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാം. ആ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ ഇഹ്റാമിന്റെ മുന്നേ കുലിക്കൽ സുന്നത്താണ്. ഇഹ്റാമിന്റെ മുന്നേ കുലിക്കൽ സുന്നത്താണ്. അവിടെ ഒരു ചെറിയ കാര്യത്തോ നിങ്ങൾ ഇന്നോടൊന്നും വിചാരിക്കരുതോ. എനിക്ക് ഈ ഇടയിൽ സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോകുന്നത് പറഞ്ഞില്ലെങ്കിൽ എന്റെ കൽബിനൊരു സുഖം കിട്ടൂല. ഞാൻ ഒരിക്കൽ മദീനയിൽ നമ്മളെ KMICയുടെ മദീന ആ ദുആ സമ്മേളനത്തിന് മദീനയിൽ ചെന്നപ്പോ ഒരാള് ദമാമിൽ നിന്ന് ഉമ്മക്ക് വന്നിരിക്കാൻ. അപ്പോ അത് തിരുവമ്പാടി ക്ലാസ് റൂമിൽ എന്താണാവോ, തിരുവമ്പാടിയുടെ ഒരു സുഹൃത്താണ് അദ്ദേഹം. അങ്ങനെ ഞങ്ങൾ 3-4 പാടെ കയറി എന്ത് ചെയ്തു, ഒരു ഹോട്ടലിൽ കയറി നമ്മളെന്തോ ഭക്ഷണം കഴിച്ചതൊക്കെ തിരുവമ്പാടി കോരുമുണ്ടോ. ആ വന്ന സുഹൃത്ത്, എനിക്കപ്പോ ആ സുഹൃത്തിന്റെ മുഖച്ഛായം ലഭിക്കേണ്ട ആള് സ്ഥലം എവിടെയെന്നൊന്നും അറിയില്ല. അന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യം, പല പ്രാവശ്യം ഉമ്മക്ക് വന്നൊരു വ്യക്തിയാണ്, അപ്പൊ ഇങ്ങനെ എന്തോ ഒരു വിഷയം ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ആ വ്യക്തിനോട് പറയാണ്, എന്താ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ ഉമ്മക്കുള്ള സുന്നത്ത് കുലിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കാറുള്ളത്. അങ്ങനെയല്ല, ഞാൻ ഒരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാ. ചിലപ്പോ ഏതെങ്കിലും സാധാരണക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിയാണ്, എന്തല്ല ഉംറക്കുള്ള സുന്നത്ത് കുലിനല്ല നിയ്യത്ത് വെക്കേണ്ടത്. മനസ്സിലായോ? ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിക്കുന്നു, ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിക്കുന്നു എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. എന്തല്ല ഉംറക്കുള്ള സുന്നത്ത് കുലീനല്ല. ആ സുഹൃത്ത് ആ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാൻ ഇതുവരെ നിയ്യത്ത് വെച്ചിരുന്നത് അങ്ങനെയായിരുന്നു. എങ്ങനെ ഉംറക്കുള്ള സുന്നത്ത് കുലിക്കുന്നു എന്നാ വേണ്ട നിയ്യത്ത് വെക്കാറുള്ളത്. പക്ഷെ ഇഹ്റാമിന്റെ മുന്നേ കുലിക്കുമ്പോ എന്താണ്, ഇഹ്റാമിന്റെ മുന്നേ കുലിക്കുമ്പോ ഇഹ്റാമിനുള്ള സുന്നത്ത് കുലിക്കുന്നു എന്നാണ് കരുതേണ്ടത്. ഇരിക്കട്ടെ, ഇവരുമാണെങ്കിൽ ഒരു ചെറിയ മസാല പറയാത്തോ. പക്ഷെ ഞാനും അങ്ങനെ ആയിരുന്നു, അങ്ങനെ പലരുണ്ടേ. നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോ അതിന്റെ ഇടയിൽ അതൊന്നും വെച്ചുകൊടുത്താണ്ടാണ്. ഈ ക്ലാസ് കേൾക്കുന്ന പലവരും അങ്ങനെ ചെയ്യുന്നുണ്ടാവും. എന്നാ ഞാൻ ഒന്നും കൂടി പറയാം. ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി എന്റെ ക്ലാസ് വൈദ്യരെ പൊന്തേൽപ്പിച്ചാൻ പറ്റിയ മാതിരിയാണ് പലപ്പോഴും എന്റെ ക്ലാസ് ആവാറുള്ളത്. അത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഒന്ന് പറയുമ്പോ അതും കൂടി ഒന്ന് പറയാൻ നല്ലതാണെന്ന്. ഈ ഇഹ്റാമിന്റെ മുന്നേ 2 റക്അത്ത് സുന്നത്തുണ്ട്. നിങ്ങൾ നോക്കിക്കോളോ കേട്ടോ. നിങ്ങൾ ഈ ആയിഷ പള്ളിയിലൊക്കെ നിങ്ങൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി പോയാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ഹൃദിക്ക് കാണാം. അതായത് ഇഹ്റാമിന്റെ മുന്നേ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താ. ആ നിസ്കാരത്തിനും തലമറക്കൽ സുന്നത്താ. പക്ഷെ ഒരുപാട് സാധാരണക്കാര് തലമറക്കാതെ നിസ്കരിക്കുന്നത് കാണാം ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ. അപ്പൊ അവര് മനസ്സിലാക്കുന്നത് ഇഹ്റാം ചെയ്താൽ തലമറക്കാൻ പാടില്ല. പക്ഷേ വാസ്തവത്തിൽ ഈ ഇഹ്റാം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിന്റെ മുമ്പല്ല, ഇഹ്റാമിന്റെ മുന്നേ. അതൊക്കെ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലട്ടോ. പക്ഷെ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോ അത്തരം അബദ്ധങ്ങൾ പല സാധാരണക്കാർക്കും സംഭവിക്കുന്നു. അപ്പൊ നമ്മൾ ഇവിടെ വെച്ചൊന്നു പറഞ്ഞാൽ ആ അബദ്ധം ഒന്ന് തിരുത്താൻ പറ്റുമല്ലോ വെച്ചിട്ട് പറയാൻ. ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പേന് 2 റക്അത്ത് സുന്നത്ത് കരിക്കേണ്ടത്. എന്നിട്ട് ഈ 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഇഹ്റാം ചെയ്യേണ്ടത്. ആ 2 റക്അത്ത് നിസ്കരിച്ച ഇഹ്റാമിനുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലാക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നു. ഇപ്പോൾ മുഹ്രിമായിട്ടില്ല, ഇഹ്റാം ചെയ്തിട്ടില്ല, തലമറക്കൽ ഹറാമായിട്ടില്ല. അപ്പൊ അവൻ തല മറച്ചിട്ടാണ് ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. നിസ്കാരം കഴിഞ്ഞിട്ട് തലയിൽ നിന്ന് ഇത് ഒഴിവാക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് തല മറച്ച ആ മുണ്ട് ഒഴിവാക്കിയിട്ട് ഇഹ്റാം ചെയ്യുക. മനസ്സിലായോ? നിങ്ങൾ നോക്കൂ, ആയിഷ പള്ളിയിൽ പോയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടത് കാണാം. കരിപ്പൂരിൽ നിന്ന് ഉംറ ഗ്രൂപ്പൊക്കെ ഇഹ്റാം ചെയ്ത് കയറുമ്പോഴൊക്കെയും കാണാം, എല്ലാരും കാണാം. ആദ്യം നമ്മൾ ഇഹ്റാമിന്റെ വേഷം ധരിക്കും. ഇഹ്റാമില്ലേ, നമ്മൾ പുരുഷന്മാരാണെങ്കിൽ ഇഹ്റാം ചെയ്യുന്നതിന്റെ മുമ്പ് ആ തുണി പെടുത്ത് നമ്മൾ ആ മേൽമുണ്ടം കൊണ്ട് പുറച്ച് തലപ്പം നമ്മൾ പലപ്പോഴും നിസ്കരിക്കാൻ നിൽക്കുക.
പക്ഷെ എല്ലാരും കാണാൻ തലമറക്കാതെ നിസ്കരിക്കണം. അപ്പൊ തലമറക്കൽ ഇഹ്റാം ചെയ്താൽ തലമറക്കാൻ പാടില്ല പുരുഷന്മാർക്ക്, അതൊക്കെ. പക്ഷെ ഇഹ്റാം ചെയ്യേണ്ടത് എപ്പോഴാണ്? രണ്ടു സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാ ഇഹ്റാം ചെയ്യേണ്ടത്, അതിന്റെ മുമ്പല്ല. അത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഏതോ ഇരിക്കട്ടെ. അപ്പൊ ഇഹ്റാമിന്റെ മുമ്പേ 2 റക്അത്ത് അല്ല, ഒന്ന് കുലിക്കല് സുന്നത്താണ്. അത് ഹൈലുകാരിയായ പെണ്ണ്, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണ് ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്യുകയാണെങ്കിൽ ആ പെണ്ണിനും അത് കുലിക്കൽ സുന്നത്താണ്. മനസ്സിലായോ? കുലിക്കൽ സുന്നത്താണ്. ആ കുലിയുടെ മുമ്പ് വുളൂ സുന്നത്താണ്. അത് ആ പെണ്ണിനും, ഹൈല് രക്തം പുറപ്പെടുന്ന പെണ്ണിനും, അതുപോലെ തന്നെ പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും സുന്നത്താണ് എന്നുള്ളതാണ് ഏകദേശം പ്രബലമായ അഭിപ്രായം. ഞങ്ങൾക്ക് കേൾക്കണോ? ക്ലാസ് റൂമിലുള്ള എന്താ ഹൈല് രക്തം പുറപ്പെടുന്നോണ്ട് ഒലുണ്ടാക്കുന്നോണ്ട് കുഴപ്പം എന്ന് ചോദിക്കുന്ന ചെപ്പം നമ്മുടെ ക്ലാസ് റൂമിൽ ഉസ്താദുമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ്. ഷെറുഖാവി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ ഒരു മസ്അല കാണാം. ഷെറുഖാവി, ഞാനൊരു ക്ലാസ് കേൾക്കുന്ന പല ഉസ്താദുമാരുണ്ടാവും. നോക്കിങ്ങള്, ഈ എന്താണ് ഇവിടെ കുലിക്കാം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ മസ്അല എന്താ? ഹൈലുകാരിയായ പെണ്ണ്, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണ് ഇബാദത്തിന്റെ ഉദ്ദേശത്തോടു കൂടെ കുലിക്കൽ ഹറാമാണ് എന്ന മസ്അല. ഇബാദത്തിന്റെ ഉദ്ദേശത്തോടു കൂടെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവല് ഹറാമാണ്. അത് എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും കാണാം. തുഹ്ഫ നോക്കിയാൽ കാണാം, നിഹായ നോക്കിയാൽ കാണാം, മുഗ്നി നോക്കിയാൽ കാണാം, ഇഖ്നാഇന്റെ ബുജൈരി ഇഖ്നാവ് നോക്കിയാൽ കാണാം. അങ്ങനെ നമ്മുടെ ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബും നോക്കിയാൽ കാണാം. ഹൈലുകാരിയായ പെണ്ണ്, പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണ് ഇബാദത്തിന്റെ നിയ്യത്തോടുകൂടെ, ഇബാദത്തിന് വേണ്ടി ശുദ്ധിയാവല്, ആ നിയ്യത്തോടുകൂടെ ഹൈല് രക്തം മുറിയുന്നതിനു മുമ്പ്, പ്രസവരക്തം മുറിയുന്നതിനു മുമ്പ് ഇതാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവല് ഹറാമാണെന്ന് മസ്അല കാണാം. പക്ഷെ ഈ ഹജ്ജിന്റെ കുലി ഉണ്ടല്ലോ, ഹജ്ജിന്റെ സുന്നത്തായ കുലി, ആ കുലി കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഒരു ഇബാദത്തല്ല, ശരീരത്തിലുള്ള ദുർഗന്ധമായ വാസനകളൊക്കെ ഒന്ന് ഒഴിവാക്കലാണ് അതുകൊണ്ട് ഉദ്ദേശമല്ലേ? ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ, മക്കയിലേക്ക് പ്രവേശിക്കാൻ, അറഫയിലേക്ക് പ്രവേശിക്കാൻ, മിനയിലേക്ക് പ്രവേശിക്കാൻ, അപ്പൊ അവിടെ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് വൃത്തിയാകുക, ഇതാണ് അവരെ യഥാർത്ഥത്തിൽ ഈ കുലികളെ കൊണ്ടുള്ള ഉദ്ദേശം. കൂട്ടത്തിൽ ഒരു മസ്അല പറയുന്നു, മയ്യത്ത് കുലിപ്പിച്ച വ്യക്തിക്ക് കുലിക്കൽ സുന്നത്താണ്. മയ്യത്ത് കുലിപ്പിച്ച വ്യക്തിക്ക് കുലിക്കൽ സുന്നത്താണ്. അപ്പൊ ഒരു മയ്യത്ത് കുലിപ്പിച്ചത് ഒരു ഹൈലുകാരിയായ പെണ്ണാണ് മയ്യത്ത് കുലിപ്പിച്ചത്. ആ ഹൈലുകാരിയായ പെണ്ണിനും എന്ത് സുന്നത്താണ്? ഈ മയ്യത്ത് കുലിപ്പിച്ചതിന്റെ പേരിലുള്ള സുന്നത്ത് കുലി ഹൈലുകാരിയായ പെണ്ണിനും സുന്നത്താണ്. ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ കാണാം. ഈ ആനത്ത് ഷെറുഖാവി പോലത്തെ ഫിഖ്ഹിന്റെ കിതാബ് നോക്കിയാൽ കാണാം. എന്ത് മസ്അല കാണാം? മയ്യത്ത് കുലിപ്പിച്ചതായ വ്യക്തിക്ക് ഒന്ന് കുലിക്കൽ സുന്നത്താണ്. അത് ശുദ്ധിയുള്ളവരാവട്ടെ അതല്ലെങ്കിൽ ഹൈലുകാരിയായ പെണ്ണാവട്ടെ, അവരെ ഒരു ചെറിയ മസ്അല. ഇത് നമ്മളൊരുപാട് പെണ്ണുങ്ങൾ കേൾക്കുന്നുണ്ട്. ഇതൊരുപാട് പെണ്ണുങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്. വ്യാപകമായി നടക്കുന്ന ഒരു തെറ്റുധാരണയാണ് എന്ത്? ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാൻ പാടില്ല. അത് വ്യാപകമായ ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാരും തിരുത്തിക്കൊള്ളണം, പറഞ്ഞു മനസ്സിലാക്കണം. കാരണം എന്താ? ചിലപ്പം ഒരു മഹല്ലത്തില് മയ്യത്ത് കുലിപ്പിക്കാൻ അറിയുന്ന സഹോദരിമാർ വിരലിൽ എണ്ണാവുന്നവരെ ഉണ്ടാവുള്ളൂ. നമ്മളെ അബൂ ഐമന്റെ നാട്ടിലാണ് ക്ലാസ്, മയ്യത്ത് പരിപാലനമാണ് ഇത് ക്ലാസ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല കാര്യങ്ങളൊക്കെ വിശാലമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. എത്രയോ സ്ഥലത്ത് സഹോദരിമാര് ഞാൻ പല ഈ ഹൈല് സംബന്ധമായ മസ്അല എടുക്കുന്ന ക്ലാസ്, ഹൈല് സംബന്ധമായ മസ്അല എടുക്കുന്ന ക്ലാസ്സില് സഹോദരിമാരുടെ ക്ലാസ്സില് ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ പലവരും അത്ഭുതത്തോടുകൂടെ കേട്ടൊരു മസ്അലയാണ്. ഞാൻ ഇപ്പൊ ക്ലാസ് റൂമിൽ എല്ലാവരും അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടെന്ന് ഞാൻ പറഞ്ഞില്ലട്ടോ. ഞാൻ എന്റെ ക്ലാസ്സിൽ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി വെറും പാവങ്ങളല്ലേ, ചിലപ്പം ആരാന്റെ
മുറ്റം മരിച്ചോലുന്ന അല്ലെങ്കിൽ അവരുടെ അടുക്കളയിൽ പോയി പാത്രം മോലുന്ന പാവപ്പെട്ട സഹോദരിമാരായിരിക്കും നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവുക, അല്ലേ? കാരണം അല്ലാതെ ഇപ്പൊ വലിയ സാഹിത്യല്ലോലും അല്ലെങ്കിൽ മൊയ്യമാരെ പെണ്ണുങ്ങളൊന്നും നയിക്കാന്നില്ല. പല്ലവരും എന്നൊരു പറഞ്ഞു ഉസ്താദ് ഞങ്ങൾ കേൾക്കുന്ന ഒരു പുതിയ മസലയാണ്. ഞാൻ ഇതിന്റെ ഒരു അനുഭവം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടി ക്ലാസ് കേൾക്കുന്നവർക്ക് വേണ്ടി പറയാൻ. ഒരു സ്ഥലത്ത് മയ്യത്തെടുക്കുന്നത് 9 മണിക്കാണ്. എന്റെ കുടുംബത്തിൽ 10 സഹോദരി മരിച്ചിട്ട് മയ്യത്തെടുക്കുന്നത് 9 മണിക്കാണ് ഞാൻ പറഞ്ഞ് 9 മണിക്ക് ഞാൻ അവിടെ നോക്കുമ്പോ മയ്യത്ത് എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചു ഇങ്ങനല്ല ഇപ്പൊ 9 മണിക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ വെക്കുന്നൊക്കെ പറഞ്ഞ് 9:15 മയ്യത്ത് കുളിപ്പിക്കാൻ വെച്ചിട്ടില്ല. അപ്പൊ അവർ പറഞ്ഞത് എന്താ കാര്യം, ഇവരെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നതിന് നേതൃത്വം നൽകുന്ന ഒരു സഹോദരി ഉണ്ട്. ആ സഹോദരിക്ക് നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമായതുകൊണ്ട് അടുത്ത ഒരു മഹല്ലത്തിൽ നിന്ന് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ഒരു സഹോദരിനെ കൊണ്ടുവരാൻ പോയിക്കാണ്. ഞാൻ അപ്പ അവിടെ പരസ്യമായിട്ടാണ് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങളെ നാട്ടിൽ ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സഹോദരി വിളിച്ചാൽ വരുമോന്ന് ചോദിച്ചു. സഹോദരി കുഴപ്പമൊന്നുമില്ല ഉസ്താദെ. സഹോദരി ഇങ്ങനെ നിസ്കരിക്കാൻ ഞങ്ങൾ വിവരം അറിയിച്ചപ്പോ നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 37 വരാൻ പറയുന്നതാണ്. ഇത് വരാൻ പറയും, ഞാൻ വരാൻ പറഞ്ഞു, ഒരു ഉസ്താദ് വരാൻ പറഞ്ഞു എന്ന് പറയുന്നതാണ്. അപ്പൊ 37 വന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് മതി, കറാഹത്ത് പോലും ഇല്ല മസല. പിന്നെ അവരുടെ ഷാഫി മദ്ഹബിലെ ഖിലാഫേ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നമ്മളെ മഹല്യ പോലത്തെ കിതാബിൽ ഹസനുൽ ബസരി റളിയല്ലാഹു തആല അൻഹു, ഹസനുൽ ബസരി വലിയ മഹാനാണ്. നമ്മളെ ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട ഒരു പണ്ഡിതനല്ല ഹസനുൽ ബസരി. ആ ഹസനുൽ ബസരിയെ പോലത്തവർ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ മസ്അല പ്രകാരം കറാഹത്ത് പോലും ഇല്ലാത്തൊരു മസ്അലയാണ്. അപ്പൊ അത് ഞാൻ ഈ ക്ലാസിന്റെ ഇടയിലൊന്ന് ഉണർത്തിയതാണ്. കാരണം ഈ ക്ലാസ് കേൾക്കുമ്പോ ഇനിയിപ്പോ മയ്യത്ത് കുലിപ്പിക്കുന്ന സഹോദരി ഹൈലുകാരിയായ പെണ്ണാണ്. ആ ഹൈലുകാരിയായ പെണ്ണിനും കുലിക്കൽ സുന്നത്താണെന്ന് പറയുമ്പോ സ്വാഭാവികമായും ഈ ക്ലാസ് കേൾക്കുന്നവർക്ക് ഒരു ഇഷ്കാല് വരും. അതിന് ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അവർക്ക് ആദ്യം ചോദ്യം വരിക. ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിച്ചാൽ ആ പെണ്ണിനും മയ്യത്ത് കുലിപ്പിച്ചതിന്റെ പേരിലുള്ള കുലി സുന്നത്താണ് എന്ന് പറയുമ്പോ അവരെ ഈ ചോദ്യം അവരുടെ കൽബിൽ വരിക. ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദ്യം വന്നാൽ ഈ മസ്അല പോലെ മണ്ടേ കേറൂല. അപ്പൊ അതിനാ ഞാൻ അതിന്റെ ഇടയിൽ വെച്ച് പറയുന്നത് ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം, പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം, വലിയ അശുദ്ധിക്കാരനായ വ്യക്തിക്ക് മയ്യത്ത് കുലിപ്പിക്കാം. എന്താ വന്നായി വലിയ അശുദ്ധിക്കാരൻ? പെട്ടെന്നിപ്പോ ഉദാഹരണം പറയാ, രാത്രി ഓന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. ഓനാണിപ്പോ ആ നാട്ടിൽ മയ്യത്ത് കുലിപ്പിക്കാൻ അറിയുന്ന ഒരാൾ. ഓൻ സുഖമായി കടന്നുറങ്ങുകയാണ്. അത് ഞാൻ മസ്അല അത് രൂപങ്ങൾക്ക് ആക്കി, മസ്അല എങ്ങനെയപ്പോ അത് സംഭവിക്കാൻ ആ രൂപം ആക്കി തരികയാണ്. ഓൻ രാത്രി 10 മണിക്ക് ഭക്ഷണം കഴിച്ചു ഓനോന്റെ ഭാര്യയും കടന്ന് ശാരീരികമായി ബന്ധപ്പെട്ടു. കുലി നിർബന്ധമായി. സുബൈയുടെ മുന്നേ കുലിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സുഖമായി കടന്നുറങ്ങി. 12 മണിക്കുന്ന ഒരു ഫോണ്, 12 മണിക്കുന്ന ഒരു ഫോണ്, ഇന്നാലിന്നാല് ആക്സിഡന്റിൽ പെട്ടിട്ട് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് മരിച്ചിക്കണ്, പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിക്കണ്. ഉദാഹരണത്തിന് ഇനിയിപ്പോ അവധിഷ്കാലാക്കണ്ട, രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യുമോ മൊയിലേന്ന് ഇനിയിപ്പോ അതൊരു ഇഷ്കാൽ ഞാൻ വേറെ മറുപടി പറയേണ്ടി വരും. ഇപ്പൊ നിങ്ങൾ ഈ മസല മനസ്സിലാക്കി. ആക്സിഡന്റ് പെട്ട് പോസ്റ്റ്മോർട്ടക്കും കഴിഞ്ഞിക്കണ്, പെട്ടെന്ന് കുലിപ്പിക്കണം. അപ്പൊ ഉപ്പനെ വന്ന് വിളിച്ചു, എന്താ പെട്ടെന്ന് ആ മയ്യത്തൊന്ന് കുലിപ്പിക്കാൻ പോലെ. അപ്പൊ എനിക്ക് കൂലി ബന്ധയിക്കണ്, കുലിക്കാൻ നിൽക്കാൻ പോലെ നേരല്ല, പോയി കുലിപ്പിക്കണമെന്ന്. കുലിപ്പിക്കലോണ്ട് ഒരു കുഴപ്പമില്ല, ഞാനൊരു സംഭവിക്കാവുന്ന രൂപം പറഞ്ഞതാ. അപ്പൊ ജനാപത്തുകാരനായ വ്യക്തിക്ക് മയ്യത്ത് കുലിപ്പിക്കാം, ഹൈലുകാരിയായ പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം, പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് മയ്യത്ത് കുലിപ്പിക്കാം. അങ്ങനെ പ്രസവ രക്തമോ ഹൈലു രക്തമോ പുറപ്പെടുന്ന പെണ്ണ് മയ്യത്ത് കുലിപ്പിച്ചു. ആ മയ്യത്ത് കുലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കുലി സുന്നത്തുണ്ട്. ആ കുലി ആർക്കുമാവാം, ഹൈല രക്തം പുറപ്പെടുന്ന പെണ്ണിനും ഈ കുലിക്കാം. അവരെന്തില്ല ഈ നിബന്ധന കുലി സഹിയാവാൻ, അതല്ലെങ്കിൽ ഏത് ഒരു സഹിയാവാൻ ഹൈല രക്തം മുറിയുക എന്ന നിബന്ധന അവരെന്തല്ല ബാധകമല്ല. അത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണെന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്തായി, ഹൈല് രക്തം പുറപ്പെടുന്ന പെണ്ണ് അല്ലെങ്കിൽ പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണ് ഹജ്ജിന് വേണ്ടിയോ
ഉംറക്ക് വേണ്ടിയോ ഇഹ്റാം ചെയ്യുമ്പോൾ ഇതൊരു ഉദാഹരണം, മറ്റ് ഹജ്ജിന്റെ കുലികളൊക്കെയും ആ കുലികളൊക്കെയും കുലിക്കാം. ആ കുലിയുടെ മുന്നോടിയായി സുന്നത്തായ കുലിയാണെങ്കിലും നിർബന്ധമായ കുലിയാണെങ്കിലും അവിടെ ഒളു സുന്നത്തല്ലേ. അപ്പൊ ഹജ്ജിന്റെ സുന്നത്തായ കുലികളുടെ മുന്നോടിയായിട്ടുള്ള കുലി ഒളു അത് ഹൈല രക്തം പുറപ്പെടുന്ന പെണ്ണിനും പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിനും ഒളു ചെയ്യാമെന്നാണ്. പക്ഷെ ഷെർക്കാവി പോലത്തെ ഫിഖിന്റെ കിതാബിൽ പറയാത്തോ, ഞാൻ ഉസ്താദുമാരും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് ഈ മസ്അല. നഅം എങ്കിലും ലാ യസിഹു സഹീഹാകൂല അൻ തതവല്ലഅ, ആ പെണ്ണ് ഒളുണ്ടാക്കൽ സഹീഹാകൂല ലിൽ ഗുസ്ലി, കുലിക്കാൻ വേണ്ടി. അപ്പൊ ഹജ്ജിന്റെ സുന്നത്തായ കുലിക്കുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള സുന്നത്തായ ഒളു ഈ ഹൈലുകാരിയായ പെണ്ണ് ചെയ്താൽ സഹീഹാകൂല അലൽ മുഅ്തമദി, മുഅ്തമദ് പ്രകാരം എന്നാണ് ഷെർക്കാവി എന്ന് പറയുന്ന ഫിഖിന്റെ കിതാബ് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഖല്ലൂബി എന്ന കിതാബ്, നമ്മുടെ മഹല്ലിന്റെ ഹാഷിയ ഖല്ലൂബി നോക്കിയാൽ കാണാം ഹജ്ജിന്റെ കുലി അനുവദനീയാണല്ലോ. എല്ലാം ശ്രദ്ധിക്കേണ്ട മസലയാണ്. ഹജ്ജിന്റെ കുലി, അതായത് ഇഹ്റാമിന് വേണ്ടിയുള്ള സുന്നത്തായ കുലി പോലോത്തത് ഹൈല് രക്തം പുറപ്പെടുന്ന പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് കുലിക്കാമല്ലോ, കുലിക്കൽ സുന്നത്താണല്ലോ. അതിനോട് താബിയായിട്ട് ഒളുവും ചെയ്യാം. അതാണ് മസ്അല മുഅ്തമദ് അങ്ങനെ വരുന്നത്. മനസ്സിലായോ? ഖല്ലൂബി. അപ്പൊ ഞാൻ പറയുന്നത് കുലിക്കൽ അനുവദനീയമാണെങ്കിലും ഒളുണ്ടാക്കൽ സഹീഹല്ല എന്ന് വരെ ഫുഖഹാക്കൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഖല്ലൂബി പോലത്തെ ഫിഖിന്റെ കിതാബ് പറയുന്നു, എന്ത് പറയുന്നു? ഏത് കുലിയോട് താബിയായിട്ട് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റേതായ സുന്നത്തായ കുലി ഈ ഹൈല രക്തം പുറപ്പെടുന്ന പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് അനുവദനീയമാണ്, അത് സുന്നത്താണ്. ആ നിലക്ക് ആ കുലിയോട് താബിയായിട്ട് അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒളുവും ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആകത്തുക എന്തായി? ഹൈല് രക്തം മുറിയുക, പ്രസവ രക്തം മുറിയുക എന്നുള്ളത് എന്തിനുള്ള ഷർത്താകുന്നു? ഒരു സഹീഹാവാനുള്ള ഷർത്താകുന്നു. അപ്പൊ പ്രസവ രക്തം പുറപ്പെടുമ്പോൾ ഹൈലു രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് ഒളു ചെയ്താൽ ആ ഒളു എന്തല്ല? സഹീഹല്ല. പക്ഷേ ഹജ്ജിന്റേതായ സുന്നത്തായ കുലികൾ അതിൽ നിന്ന് ഒഴിവാകുന്നു. അപ്പൊ ഹജ്ജിന്റെ സുന്നത്തായ കുലികൾ ഹൈല രക്തം പുറപ്പെടുന്ന പെണ്ണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണ് പ്രസവ രക്തം പുറപ്പെടുമ്പോൾ ഹജ്ജിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഉംറക്ക് വേണ്ടിയോ ഇഹ്റാം ചെയ്യുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള സുന്നത്ത് കുലി ഈ സ്ത്രീകൾക്കും സുന്നത്താണ്. അപ്പൊ സുന്നത്തായ കുലിയുടെ മുന്നോടിയായിട്ടുള്ള ഒളു അതാർക്കും സുന്നത്താകുന്നു. ഹൈല രക്തം പുറപ്പെടുന്ന പെണ്ണിനും പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിനും സുന്നത്താകുന്നു. അത് ചെയ്യാൻ പാടില്ല എന്ന് ഷർക്കാവി പോലത്തെ കിതാബിൽ ഉണ്ടെങ്കിലും ചെയ്യാമെന്ന് ഖല്ലൂബി പോലത്തെ ഫിഖിന്റെ കിതാബ് നോക്കിയാൽ വളരെ വ്യക്തമായി കാണാം. ഇനി നമുക്ക് ഇതെല്ലാവർക്കും തിരിഞ്ഞാ ഞാൻ പറഞ്ഞത് എവിടെയും പഴിച്ചിട്ടുണ്ടാവൂലേ കാലം അല്ലേ? എന്റെ ക്ലാസ്സുകൾക്കൊന്നും നമ്മളിങ്ങനെ ഒന്നായിട്ട് പറയുമ്പോഴേ എവിടെങ്കിലൊക്കെ ഒരു തഖദ്ദുമും തഅഖുറൊക്കെ വരാൻ സാധ്യത ഇല്ല, ഉണ്ടാവാം. കുറെ ഇങ്ങനെ പറയുമ്പോ എവിടെങ്കിലും ഒരു തഖദ്ദുമോ തഅഖുറോ വന്നിട്ടുണ്ടെങ്കിൽ ക്ലാസ് കേൾക്കുന്ന നല്ല നല്ല ഉസ്താദുമാരുണ്ട്, അവര് പ്രത്യേകം ശ്രദ്ധയിൽ പെടുത്തണം എന്നറിയിക്കുന്നു. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഹൈലുകാരിയായ പെണ്ണ് ഉറങ്ങാൻ നേരത്ത് ഒളു ചെയ്യാൻ പറ്റുമോ എന്നാണ് അതിന്റെ രസം അല്ലേ? കേട്ടോലും. സംശയമുള്ള ഇനി എങ്ങനെയപ്പോ ഞാൻ ആവർത്തിച്ചു പറയാം. തന്നെ പറ്റിയവർക്ക് വെറുപ്പായിട്ടുണ്ടാവും യാത്രയിക്കോതല്ലേ, എന്താ പെയ്യാൽ പറഞ്ഞതന്നെ പിന്നെയും പറഞ്ഞൊക്കെ തോന്നല് പലവർക്കും ഉണ്ടാവും. ആയിക്കോട്ടെ, തോന്നുന്നവർക്ക് തോന്നുക, പക്ഷെ തോന്നാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടപ്പോ ഞാൻ പറഞ്ഞു ഉസ്താദ് ആവർത്തിച്ച് പറയുന്നതാണ് ഞങ്ങൾക്ക് ഉപകാരമായത്. അപ്പൊ അതുകൊണ്ട് തോന്നാത്ത ആൾക്കാർക്ക് സന്തോഷത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി ഹൈലുകാരിയായ പെണ്ണിന് എന്ത് പറ്റുമോ? ഉറങ്ങാൻ നേരത്ത് ഒളു ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചർച്ചയിലേക്ക് കടക്കാം. നോക്കൂ, നിങ്ങൾ എല്ലാ ഫിഖിന്റെ കിതാബിലും കാണാം
ഹൈലുകാരിയായ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് ഞാനൊരു ഇബാത്ത് വായിക്കാം. ഞാൻ ഫത്തുൽ മൊയ്നിന്റെ ഇബാത്താണ് ആദ്യം വായിക്കുന്നത്. അപ്പൊ ഒരു മിനിറ്റ് നോക്കി. ഫത്തുൽ മൊയ്നിന്റെ ഒരു ഇബാദത്ത് യുസന്നു സുന്നത്താക്കപ്പെടും ലിജുനുബിൻ ജനാബത്തുകാരെന്ന് വഹായിലിൻ ഹൈലുകാരിക്കും സുന്നത്താക്കപ്പെടും വനുഫസാ പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും സുന്നത്താക്കപ്പെടും. എപ്പോ അവർ രണ്ടുപേരുടെയും രക്തം മുറിഞ്ഞതിനു ശേഷം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പ്രസവരക്തം പുറപ്പെടുന്ന നേരത്തെ ഇത് സുന്നത്തില്ലാനല്ലേ? ഇന്നൊരു പൊന്ന് രണ്ട് ഉസ്താദന്മാർ ഇങ്ങനെ ചോദിക്കണ്ടായി, അല്ല ഉസ്താദ് എന്താ ഈ പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിന് ഉണ്ടാക്കുന്നുണ്ട്? നോക്കി നിങ്ങൾ എല്ലാ കിതാബിന്റെ ഈ ഭാഗത്ത് അങ്ങനെയാണല്ലോ, അല്ല സാധാരണക്കാർക്ക് ഉപരിയല്ലോ. യുസന്നുലി ജുനുബിൻ വഹായിലിൻ വനുഫസാഅ ബഅദൻഖിതാഇ ദമിഹിമ അവർ രണ്ടുപേരുടെയും രക്തം മുറിഞ്ഞതിനു ശേഷം സുന്നത്താക്കപ്പെടും. എന്ത്? ഗസ്ലു ഫർജിൻ ഗുഹ്യസ്ഥാനം കഴുകല് വവുളൂഉൻ വുളൂ ചെയ്യലും ലിനൗമിൻ ഉറങ്ങാൻ വേണ്ടി വഅഖിലിൻ തിന്നാൻ വേണ്ടിയും വശുറുബിൻ കുടിക്കാൻ വേണ്ടിയും. അപ്പൊ എന്തായി? അപ്പൊ ഹൈല് രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുന്ന സ്ത്രീക്ക് എന്ത് സുന്നത്തില്ല? ഉറങ്ങാൻ നേരത്തെ ഒലുണ്ടാക്കൽ സുന്നത്തില്ല. ഹൈല് രക്തം നിന്നു, നല്ല ശ്രദ്ധിക്കണം. ഹൈല് രക്തം നിന്നു, അപ്പോൾ അവൾ കുളിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാ, രാത്രി ഒരു 11 മണിക്ക് ഹൈല് രക്തം നിന്നു, അല്ലെങ്കിൽ പ്രസവ രക്തം നിന്നു എന്ന് വെക്കുക. വാസ്തവത്തിൽ ആ പെണ്ണിന് കുലി അവിടെ നിർബന്ധമായി. രാത്രി 11 മണിക്ക് പ്രസവ രക്തമോ ഹൈല രക്തമോ ഒക്കെ നിന്നാൽ കുലിച്ച് ശുദ്ധിയായി ആ സമയത്തുള്ള യശയും അതിന്റെ നേരെ മുമ്പുള്ള മൈരിബിയും കലാപൂത്തണം. അങ്ങനെയാണല്ലോ മസല. യശാഇന്റെ നേരത്തെ ഹൈല രക്തം നിന്നാൽ, അല്ലെങ്കിൽ അസറിന്റെ നേരത്തെ ഹൈല രക്തമോ പ്രസവ രക്തമോ നിന്നാൽ, അസറിന്റെ നേരത്തെ നിന്നാൽ അതിന്റെ മുമ്പുള്ള ളുഹ്ർ, യശായിന്റെ നേരത്തെ രക്തം നിന്നാൽ അതിന്റെ മുമ്പുള്ള മൈരിബി. കാരണം ജംആക്ക് നിസ്കരിക്കപ്പെടുന്ന നിസ്കാരം, അതിന്റെ മുമ്പ് ഇതിനോട് കൂടെ ജംആക്ക് നിസ്കരിക്കുന്ന നിസ്കാരം എന്ത് വേണം? കളാവൂറ്റൽ നിർബന്ധാണ്. അപ്പൊ വാസ്തവത്തിൽ രാത്രി 11 മണിക്ക്, നല്ല ശ്രദ്ധിക്കണം, രാത്രി 11 മണിക്ക് ഹൈല രക്തം നിന്നതായ ഒരു പെണ്ണ് കുലിച്ച് ശുദ്ധിയായി യശാ നിസ്കരിക്കണം, അതിന്റെ നേരെ മുമ്പുള്ള മൈരിബി നിസ്കരിക്കണം. അങ്ങനെയല്ല ഇപ്പൊ മസല വരിക, സമയക്ക് ഇഷ്ടം പോലെ. പക്ഷെ ആ പെണ്ണ് എന്ത് തീരുമാനിച്ചു? ഇപ്പൊ കുളിക്കാൻ വെച്ച ഈ 11 മണിക്ക് ഒരു പനിയ, 4 മണിക്ക് ഏതായാലും നീച്ചിത്തണ്ട് കുളിക്കാം അല്ലേ? അങ്ങനെ ഇപ്പൊ ചിന്തിച്ചൂലേ? സുബൈ ഇപ്പൊ 5:10 അപ്പൊ 4 മണി 4:30 നീച്ചിട്ട് കുളിച്ച് ശുദ്ധിയായി ചെണ്ടാക്ക. യേശാക്ക് സമയമുണ്ട്, യേശാ നിസ്കരിക്ക, എന്താണ് എന്തും നിസ്കരിക്കാം, മൈരിബി നിസ്കരിക്ക എന്ന് വിചാരിച്ചു. അപ്പൊ ഈ പെണ്ണ് കുലി നിർബന്ധമായി വരെ. ഹൈല് രക്തം പുറപ്പെടുമ്പോ കുലി നിർബന്ധമില്ലല്ലോ, ഹൈല് രക്തം നിക്കലാണല്ലോ കുലി നിർബന്ധമാവാനുള്ള കാരണം. ഹൈല് രക്തം പുറപ്പെടലല്ല, ഹൈല് രക്തം പുറപ്പെടലല്ല കുലി നിർബന്ധമാവുന്നത്. ഹൈല് രക്തം നിക്കലാണ് കുലി നിർബന്ധമാവുന്നത്. അപ്പോഴാണ് കുലി നിർബന്ധമാവുക. അല്ലാതെ ഹൈല് രക്തം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ പെണ്ണിന് കുലി നിർബന്ധമില്ല. കുലിച്ചാ കുലി, ഹൈല് രക്തം നിൽക്കുന്നതിന്റെ മുമ്പേ കുലിച്ചാ കുലി സഹിയാവില്ല. അത് ശ്രദ്ധിക്കണം. ഈ ചില വസ്വാസിന്റെ ആൾക്കാരുണ്ട്, ഇങ്ങനെ തുണിയിൽ എന്തോ ഒരു 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 ഞാൻ ഇപ്പൊ ഫുള്ള് പറഞ്ഞില്ല, കുലി നിർബന്ധമായാണാവോ ഒരു തോന്നല്. ഈ തോന്നല് വെച്ചുകാണ്ട് കുലിക്കൽ ഹറാമാണ്. അങ്ങനെ അതിന്റെ അവസ്ഥല. അതായത് കുലി നിർബന്ധമില്ലാത്ത കാരണമുണ്ടായിട്ട്, കുലി നിർബന്ധമാവില്ല കാരണമില്ലാതെ വലിയ അശുദ്ധിയെ ഉയർത്തലിനെ കരുതീനും പറഞ്ഞിട്ട് നീയത്ത് വെച്ച് കുലിക്കൽ ഹറാമാ. കലി കുലി എന്താണ്? കുലി കലിയല്ലാന്നാണ് നമ്മൾ കുറെ കാലം മുന്നേത്തൊരു ക്ലാസ് ഉണ്ട്. കുലി കലിയല്ലാന്നാണ്. അല്ലാതെ അപ്പൊ കുലിക്കൽ സഹിയാവണമെങ്കിൽ കുലിയുടെ കാരണം ഉണ്ടായി എന്ന് ഉറപ്പ് വേണം, അല്ലെങ്കിൽ ആ ഉറപ്പിലേക്ക് എത്തുന്ന കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ ആ കുലിയുടെ കാരണം ഇപ്പൊ ഹൈല് രക്തമാണ്, ഹൈല് രക്തം മുറിയണം. അപ്പൊ ഹൈല് രക്തം മുറിഞ്ഞു, കുലിക്കേണ്ട സമയമായി. പക്ഷെ അപ്പോൾ ആ പെണ്ണ് കുലിക്കുന്നില്ല, ഒന്ന് ഉറങ്ങണം, ഒന്ന് ഉറങ്ങി നീച്ചിട്ടേ കുലിക്കുന്നുള്ളൂ എങ്കിൽ എന്ത് വേണം? ഒരു ഓലുണ്ടാക്കൽ സുന്നത്ത, ഹൈല് രക്തം നിന്നേന്റെ ശേഷം എന്ന് എല്ലാ ഫിഖിന്റെ കിതാബിലും കാണാം.
കല്ലൂബിൻ എല്ലാ കിതാബിലും ഈ മസല കാണാം. തൊയ്ഫിൻ നിഹായും എല്ലാ കിതാബിലും ഹൈല് രക്തം നിന്നതിനു ശേഷം ബഅദങ്കിതാഇദമിഹിമ അവർ രണ്ടാളുടെയും രക്തം നിന്നതിനു ശേഷം. അപ്പൊ ഹൈലുക ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഉസ്താദുമാർക്ക് വേണ്ടി പറയുന്നു, ഹൈല് രക്തം നിൽക്കുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഹൈലുകാരിയായ പെണ്ണിന് കുലിക്കൽ സുന്നത്താണെങ്കിൽ എന്തു നിബന്ധന വെക്കേണ്ട ആവശ്യമില്ല? ബഅദങ്കിതാഇദമിഹിമ എന്നുള്ള നിബന്ധന വെക്കേണ്ട ആവശ്യമുണ്ടോ? ഫുഖഹാക്കളി എല്ലാവരും പറഞ്ഞ നിബന്ധനയല്ലേ. ഹൈലുകാരിയായ പെണ്ണിനും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും അവർ രണ്ടുപേരുടെയും ഹൈല് രക്തവും പ്രസവരക്തവും നിന്നതിനു ശേഷം ഉറങ്ങാനോ കുടിക്കാനോ തിന്നാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഓലുണ്ടാക്കല് സുന്നത്താണ് എന്ന് വളരെ വ്യക്തമായി കാണുന്നു. ഇനി ഇത് സംബന്ധമായി വലിയ ചർച്ചകൾ നടക്കുന്ന കിതാബുകളുണ്ട്. എന്റെയൊക്കെ ഹൈലിനെ പറ്റി മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കിതാബുണ്ട്. ഒരു മിനിറ്റ് മൈക്ക വിടുന്നില്ല. അൽ ഹൈലു വൻ നിഫാസു റിവായത്തം വ ദിറായത്തൻ എന്ന് പറഞ്ഞിട്ട് ഹൈലിനെ സംബന്ധിച്ചും ഹൈലും നിഫാസിനെയും കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന ഏകദേശം 1400ഓളം പേജുണ്ട്. അത് എല്ലാ കിതാബിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു കിതാബാണ്. അതിന്റെ അത് പുസ്തകന്മാരൊക്കെ ഒന്ന് നോക്കിയാൽ ഒന്നിൽ കൂടുതൽ ആവുമ്പോഴും ഒലു സുന്നത്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാവുമ്പോൾ മനസ്സിലായില്ല. അത്തരം കിതാബുകളിലൊക്കെയും ഈ ചർച്ചകൾ വിശാലമായി നടക്കുന്നുണ്ട്. അതായത് ഹൈലുകാരിയായ പെണ്ണിന് ഉറങ്ങുന്ന നേരത്ത് ഒലു ചെയ്യലിനെ കുറിച്ചും അതുപോലെ തന്നെ ചർച്ചകളൊക്കെയും നടക്കുന്നിടത്ത് നമ്മുടെ ഷാഫി മദ്ഹബിന്റെ അഭിപ്രായമായി വരുന്നത് ഹൈല് രക്തവും പ്രസവരക്തവും നിന്നതിനു ശേഷം കുളിക്കൽ എന്താണ്, ഇങ്ങനെ ഒലുണ്ടാക്കല്, അതായത് ഉറങ്ങാൻ വേണ്ടിയോ അതുപോലെ തന്നെ പ്രസവരക്തം എന്താണ് തിന്നാൻ വേണ്ടിയോ കുളിക്കൽ ഒലുണ്ടാക്കല് സുന്നത്താണ് എന്ന്. ഇതൊക്കെയും പറഞ്ഞ് അവസാനം ഇതിനൊരു എഴുത്തിമാട് കൂടി പറയാൻ എന്റെ ക്ലാസ് റൂമിലെ ഉസ്താദുമാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ സാധുവായ ഞാൻ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഇനിയും ഇത് സംബന്ധമായി ഒരുപാട് ഇബാദത്തുകളും വിഷയങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങളൊക്കെ പറയുമ്പോഴും ചിലവരെന്ത് മനസ്സിലാക്കും, ഞാനൊരു സാധാരണക്കാരനാണല്ലോ അല്ലേ, ഞാൻ ഉസ്താദുമാരുടെ ഒരു ഹാദിമാണ്. അപ്പോ നമുക്ക് ഇന്ന് കേരളത്തിൽ അൽഹംദുലില്ലാ ഫിഖ് സംബന്ധമായി വളരെ വിഷയങ്ങൾ സവിസ്തരം ചർച്ച ചെയ്യാനും പറയാനും ആധികാരികതയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ചെറുശോല ജലീൽ സക്കാഫി ഉസ്താദ് അല്ലെ. ചെറുശോല കുഞ്ഞഹമ്മദ് ഉസ്താദിന്റെ മകൻ ചെറുശോല നമ്മളെ ജലീൽ സക്കാഫി ഉസ്താദിന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ക്ലാസ് റൂമിൽ മൂപ്പരോട് ഒരു ചോദ്യം ഉസ്താദിനോട്, ആർത്തവമുള്ള സ്ത്രീ ഒളൂ ചെയ്യുന്നതിന്റെ വിധി എന്താണ്, ഹറാമാണെന്ന് ഒരു ക്ലാസ്സിൽ കേട്ടു, ശരിയാണോ? ആർത്തവ സമയം ഉറങ്ങാനും മറ്റും ഒളൂ സുന്നത്തല്ലേ? അതിന്റെ ഉത്തരം, ആർത്തവ രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുമ്പോൾ ഒളൂ ചെയ്യൽ സുന്നത്തില്ല, നിഷിദ്ധമാണ്. ഉസ്താദ് കിതാബിന്റെ പേരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. തൊയ്ഫ 1,388, നിഹായ 1,330, ബുജൈരിമി 1,134 തുടങ്ങിയവയിൽ നിന്ന് ഇത് മനസ്സിലാകുന്നതാണ്. എന്നാൽ ആർത്തവ രക്തം നിന്നതിനു ശേഷം ആർത്തവം മുഖേനയുള്ള നിർബന്ധ കുലീത മുമ്പ് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയവക്ക് വേണ്ടി ഗുഹ്യഭാഗം കഴുകലും ഒളൂ ചെയ്യലും സുന്നത്താണ്. തൊഹിഫ 1,284, ഫത്തുൽ മൊഴി 31 തുടങ്ങിയവയിൽ നിന്ന് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്റെ ശബ്ദം കേട്ടോ? അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെ ഉസ്താവുമാരെ അതേല് ചർച്ച നടക്കുമ്പോ ചിലപ്പം പലർക്കും പല ഇബാദത്തുകളും സർവിധ ചർച്ചകളൊക്കെ വരും. അതിൻ്റെതായ എല്ലാ ഇബാദത്തും ഞാൻ ഏകദേശം ഒരു 2 ദിവസത്തോളം മെനക്കത്തൊരു വിഷയമാണിത്. കാരണം നമ്മളിപ്പോ ഈ ചരിത്രം പറഞ്ഞു വയല് പറയുമ്പോലല്ല ഇപ്പൊ ഫിഖിന്റെ മസല ഞാൻ പറയുന്നൊരു വിഷയം ആയതുകൊണ്ട് അങ്ങനെ പറയല്ല. ചരിത്രം പറഞ്ഞിപ്പോൾ വയല് പറയുകയാണെങ്കിൽ എന്തേ പറഞ്ഞല്ലോ, കുറച്ച് മലയാളം ആനന്ദമാണ്, ആഹ്ലാദമാണ്, ആവേശമാണ് അല്ലെ, ഇങ്ങനെ 4 മലയാള വാക്ക് പറഞ്ഞ സമയം കുറെ കിട്ടും. പക്ഷെ ഫിഖിലെ
മസ്തലാകുമ്പോ അത് നടക്കൂല. കാരണം നമ്മളൊരു വിഷയം സുന്നത്താണെന്ന് അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറയുമ്പോ എവിടൊക്കെ ആ വിഷയങ്ങള് ചർച്ച ചെയ്തിട്ടുണ്ട് നോക്കി നിങ്ങൾ. അപ്പൊ ഞാൻ ഷെർക്കാവി നോക്കിയപ്പോ ആദ്യം കണ്ടത് എന്താണെന്നറിയോ? ഞാൻ അതിന്റെ എല്ലാ ഇബാദത്തുകളുണ്ട്. അതായത് ഹജ്ജിന്റെ സമയത്ത് സുന്നത്തായ കുലി ഹൈലുകാരിയായ പെണ്ണും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണും കുലിക്കുകയാണെങ്കിൽ തന്നെ അത് കുലി ഒളുവുണ്ടാക്കൽ സഹീഹല്ല. ഞാൻ അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ ഷെർക്കാവി പോലത്തെ കിതാബ് പറയുന്നുണ്ട്. പക്ഷെ അതൊരു സാധാരണക്കാർക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മണ്ടേ കേരൂല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്താണ് ഇപ്പൊ ഷെർക്കാവി അത് സഹീഹാവൂലാന്ന് പറയാനുള്ള കാരണം. അതിനുള്ള കാരണമൊക്കെ ഷെർക്കാവി തന്നെ വിശദീകരിക്കുന്നുണ്ട്. അത് ഉസ്താദുമാര് ക്ലാസ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഫിഖിഹിയായ ഒരു ചർച്ച എന്ന നിലക്ക് സൂചിപ്പിച്ചതാണ്. പക്ഷെ അത് സാധാരണക്കാരെ മുമ്പിൽ ഇതുമ്പത് വാട്സാപ്പിലൊക്കെ കേൾക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ അവർക്ക് ആ വിഷയം അത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായതുകൊണ്ട് ഞാൻ അത്തരം ഒരു ഫിഖിഹിയായ ചർച്ച എന്നതിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ അത് കല്ലൂബി നോക്കിയപ്പോഴാണ് ഹജ്ജിന്റെ കുലിനോട് താബിയായിട്ട് ആ ഒളുവും പറ്റും. അപ്പൊ വാസ്തവത്തിൽ പറഞ്ഞാൽ ഹൈല് രക്തം പുറപ്പെടുന്ന പെണ്ണിന് ഉറങ്ങാൻ നേരത്ത് ഒളുണ്ടാക്കല് സുന്നത്തില്ല, അത് ചെയ്യാൻ പാടില്ല എന്നാണ് മസ്അല വരിക. ഹൈല് രക്തം നിന്നതിനു ശേഷം കുലിക്കുന്നതിനു മുമ്പ് അവൾ ഉറങ്ങാനോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെയും ചെയ്യുന്നുവെങ്കിൽ അവരെ ഒളുണ്ടാക്കൽ സുന്നത്താണ്. മനസ്സിലായോ? ഇനി അവരൊന്നും കൂടി പറയാം, ജനാപത്തുകാരനും ഇത് സുന്നത്താ. പുരുഷന്മാർ ഇത് ഇതിന്റെ ഏതെങ്കിലും ഒരു വിഷയം പറയാൻ നിങ്ങളെ എല്ലാവരുടെ ഭാര്യന്മാർക്കും വിളിക്കണം. ഉസ്താവുമാരോടല്ല പറഞ്ഞു കേട്ടോ. നിങ്ങൾ എല്ലാവരുടെ ഭാര്യന്മാർക്കും ഈ ഒരു മസ്അല നിങ്ങളുടെ ശ്രദ്ധയിൽ വരാത്ത പുരുഷന്മാരോട്, ഇനി വന്നവരോട് നിങ്ങൾ ഭാര്യന്മാരും ഉണ്ടാവില്ല, ഭാര്യയോട് എല്ലാരും പാടെ കൂട്ടിയിട്ട് ഭാര്യന്മാർ എന്ന് പറഞ്ഞതാണ്. ഭാര്യയോട് എന്നിട്ട് ഭാര്യനോട് പറയാ, അന്റെ നാത്തൂനോടൊന്ന് ചോദിച്ചോക്ക്, ഇളയച്ചിനോടൊന്ന് ചോദിച്ചോക്ക്, മൂത്തച്ചിനോടൊന്ന് ചോദിച്ചോക്ക്. എന്താ ചോദിച്ചേണ്ടത്? ഹൈല് രക്തം ഉണ്ടായിട്ട് ആ ഹൈല് രക്തം നിൽക്കുകയും നിന്ന് കുലിക്കുന്നതിനു മുമ്പ് എന്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഒളുണ്ടാക്കലുണ്ടോന്ന്? ഇല്ല. ചിലവര് മടി കാരണം ഇല്ല എന്ന് വെച്ച് ചിലവർ അറിയാത്തതിന്റെ പേരിൽ ചെയ്യാത്തവരുണ്ട്. ഞാനൊന്ന് പറയട്ടെ, രാവിലെ നമ്മളെ മൗലിദിന്റെ മുമ്പത്തെ ക്ലാസ് ഇല്ലേ, ആ ക്ലാസ്സൊക്കെ നമ്മൾ ആ പറയുന്ന വിഷയങ്ങൾ കേട്ടിട്ട് എത്ര സഹോദരിമാർ ഇപ്പൊ ചെയ്യാൻ തുടങ്ങിച്ചിട്ടാ. ആ കയ്യിന്റെ വിരലുമൊക്കെ നോക്കലും അതേമാതിരി തന്നെ നമ്മളെ മിസ്വാക്ക് ചെയ്യലും അതുപോലെ തന്നെ പോലത്തെ നമ്മളെ ആ തക്ബീരത്തുൽ ഇഹ്റാം ചൊല്ലിക്കഴിഞ്ഞാൽ കൈ അല്പം ഇടതു ഭാഗത്തേക്കൊന്ന് ചെരിച്ചു വെക്കലും ആ രണ്ട് കൈയും ഉയർത്തുമ്പോ ആ ചുമലിന്റെ നേരെയാക്കി വിരലുകളൊന്നും മടക്കി പിടിക്കാതെ ഉയർത്തലും അല്ലേ. എത്ര ആൾക്കാർ ഇപ്പൊ ചെയ്യാൻ തുടങ്ങി പെണ്ണുങ്ങളൊക്കെ ചിത്ത. ഒരാളിനോട് പറഞ്ഞു ഞാനത് മെനക്കത്ത് അങ്ങനെ ആക്കി ഇങ്ങോട്ട് എടുക്കാൻ ഞാനത് മെനക്കത്തൂന്നാണ് നോക്കി. അപ്പൊ നിങ്ങളിതൊന്ന് പറഞ്ഞു നോക്കി. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, രാവിലെ ഒരു 7 മണി 8 മണി രാവിലെ ഓരോ സുബൈന്റെ സമയത്തും കഴിഞ്ഞിട്ടാണ് ഒരു പെണ്ണിന്റെ അതിൽ രക്തം നിന്നത്. ആ പെണ്ണ് എന്തായാലും 8 മണിക്ക് കുലിക്കൂല. ആ പെണ്ണ് പിന്നെ കുലിക്കുന്നത് എപ്പോഴായിരിക്കും? ഉച്ചക്ക് വീട്ടിലെ ഭക്ഷണക്കും കഴിച്ച് വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാണ്ടെങ്കിൽ സാധാരണ പൊതുവിൽ സ്ത്രീകളുടെ കുലി 2:30 അല്ലേ? ആ 2:30 മണിക്കാണ് ആ പെണ്ണ് കുലിക്കുക. പക്ഷെ അതിൽ രക്തം എപ്പ നിന്നിക്കണ് ഇവരെ 8 മണിക്കും 7 മണിക്കും നിന്നിക്കണ്. ഇനി കുലി നടക്കുന്നത് എപ്പോഴാണ്? ഉച്ചക്ക് 1 മണിക്കും 2 മണിക്ക്. അതിന്റെ ഇടയിൽ എത്ര കുലിക്കലുണ്ടാവും? അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണാണ് നിങ്ങൾ സങ്കല്പിച്ചോളി. 7:40 അന്ന് 7 മണിക്കെന്ത് ചെയ്തു? പ്രസവരക്തം നിന്നു. ആ പെണ്ണ് കുലിക്കൂല. കാരണം പുതിയ മാക്സിയേറ്റ് അമ്മായിമ്മയും നാത്തൂനും വരും, ഓല് വന്നിട്ടേ കുലിച്ചാൻ പറ്റുള്ളൂ എന്ന് അത്ര മസ്തല്ല. ചവിട്ടാൻ ആളില്ല. 40 അന്ന് 7 മണിക്ക് രാവിലെ പ്രസവരക്തം നിന്നിട്ടുണ്ടാവും. പക്ഷെ കുലിക്കൂല. കാരണം മൂത്തച്ചിയും നാത്തൂനും അമ്മായിമ്മയും എല്ലാരും പാടെ പുതിയ മാക്സിയേറ്റ് വന്നിട്ട് ഒസാത്തിനോടാണ് പറഞ്ഞ കുലിപ്പിക്കാൻ തുടങ്ങിക്കോലിന്ന്. ഈ പെണ്ണിന്റെ ലുഹാക്ക് നഷ്ടപ്പെടല്ലേ എന്റെ സഹോദരി. എന്റെ ശബ്ദം കേൾക്കുന്ന അമ്മായിമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണെന്നറിയോ? ഞങ്ങൾ 11 മണിക്ക് നിങ്ങൾ ബിരിയാണി ആവുമ്പോക്ക് ഞങ്ങൾ എത്തിക്കോല.
കുളിക്കാതെ കുളിച്ചോലി, രാവിലെ രക്തം നിന്നാൽ കുളിച്ചിട്ട് അന്നത്തെ ലുഹാ നിസ്കാരം കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോലി. ഈ അമ്മായിമാനും കാത്തിങ്ങാണ്ട് അന്നത്തെ ലുഹാ വെറുതെ കല്ലത്താക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആചാരങ്ങളുണ്ട്, പ്രസവരക്തമൊക്കെ നിന്നിട്ടുണ്ടാവും. പക്ഷെ അമ്മായിമ്മ നാത്തൂനും പുതിയ മാക്സി വെച്ച് വന്നിട്ടേ കൊലി തുടങ്ങാൻ പറ്റുള്ളൂ. അമ്മായിമ്മ സമ്മതം കൊലി 40 ദിവസം കുളിപ്പിക്കാം, 39 ദിവസം കുളിപ്പിക്കാൻ സമ്മതമൊന്നും വേണ്ട. 40 അന്ന് അമ്മായിമ്മാന്റെ സമ്മതം കിട്ടിയിട്ടേ കുളിപ്പിക്കാൻ പറ്റും. ചില നാട്ടിലെ ആചാരങ്ങളാ. മാഞ്ഞാളം കൊഞ്ച പല്ല് 32 കൊയ്യന്റെ വർത്താനല്ലേ ഈ പറഞ്ഞത്, എന്തമ്മായിമ്മ. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാണ്ടാവും, കുലിക്കണം, അല്ല ഒലുണ്ടാക്കണം. ഇനി ഒലുണ്ടാക്കാൻ സാധില്ലെങ്കിൽ ഗുഹ്യസ്ഥാനെങ്കിലും കഴികൾ സുന്നത്താണ്. ഇനി ഒലുണ്ടാക്കാൻ വയ്യെങ്കിൽ ഇനിയിപ്പോ അവര് ഞാൻ ഒന്നും കൂടി പറയട്ടെ, ഇതും സാധാരണക്കാർക്ക് വളരെ ഉപകാരം ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതായത് ഒരിക്കൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊലി നിർബന്ധമായി. ഇത് പറയുമ്പോ പലർക്കും ഇഷ്കാലുണ്ടാവും. ഇഷ്കാലും പറഞ്ഞ തീർത്ത് ഞാൻ മൈക്കൂരുന്ന് ഈ വിഷയം അത് പൂർത്തിയാവൂല. അതായത് ഒരു ഭാര്യയുമായി ബന്ധപ്പെട്ട് കൊലി നിർബന്ധമായി. ഇനി കൊലിക്കുന്നതിന്റെ മുമ്പ് ഒന്നും കൂടി ബന്ധപ്പെടുന്ന അധിക്കണം എന്നൊരാഗ്രഹം, ഒന്നും കൂടി ബന്ധപ്പെടുന്ന ഒരു ആഗ്രഹം. എന്നാൽ അവിടെ ഒളു ചെയ്യൽ സുന്നത്താണ്. ഒരിക്കൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് വലിയ ശുദ്ധിക്കാരനായി ജനാപത്തുകാരനായി എങ്കിൽ രണ്ടാമത് വീണ്ടും ഒന്നുകൂടി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഒളുണ്ടാക്കൽ സുന്നത്താണ്. ഞാൻ ഈ ഒരു മസാല കുറച്ച് ചെറുപ്പക്കാരെ ക്ലാസ്സിൽ പറഞ്ഞപ്പോ ഉടനെ ചോദ്യം വന്ന്, അത് ഉസ്താദെ ഒളുണ്ടാക്കി ചെന്താ കാര്യം എന്ന ചോദ്യം അല്ലേ? ഈ ക്ലാസ് കേൾക്കുന്ന ഫിഖിഹിയായ മസാല കൂടുതൽ ചിന്തിക്കാത്ത എല്ലാവരും അലി കോട്ടക്കൽ വരെ ചോദിക്കൂലേ, അത് ഉസ്താദെ ഒളുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? കാരണം ആ ഓലും അങ്ങത്തെത്തുമ്പോക്ക് മുറിയിലേ അല്ലേ? ഇപ്പൊ നമ്മളും അങ്ങനത്തെ തന്നെ വരിക. അങ്ങത്തെത്തുമ്പോഴേക്കാ ഒളു മുറിയിലേ, പിന്നെ ഈ ഒലുകൊണ്ട് എന്ത് കാര്യം? അതല്ലേ നമ്മളെ മസാല. നമ്മുടെ ഫിഖിന്റെ കിതാബിലൊക്കെ പറയാം, ഒളു മുറിയുന്ന 4 കാര്യങ്ങളെ കൊണ്ടും ആ ഒലൊന്നും മുറിയില്ല. ഈ ജനാപത്തുകാരൻ രണ്ടാമത് വീണ്ടും ശാരീരികമായി ബന്ധപ്പെടാൻ ഉണ്ടാക്കുന്ന ഒരു ഒലുല്ലേ, ആ ഒലു മുറിയുന്ന കാര്യം എന്താണ്? നിങ്ങൾ ഒരു ഭാര്യയെ പോയി ചുംബിക്കും അല്ലേ? ഇതിനൊക്കെ ഒരു മുഖദ്ദിമാത്തുകൾ ചെയ്യൂലേ? അതൊക്കെ വേണമെന്നല്ലേ ഇപ്പൊ നമ്മളെ മുഹ്സിൻ ഡോക്ടറെ ക്ലാസ് നമ്മൾ മിഞ്ഞാന്നതൊക്കെ അത് വെച്ചേന്. അതിന്റെ എല്ലാ വശങ്ങളും മുഹ്സിൻ ഡോക്ടർ വിശദീകരിച്ചില്ലേ? അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അറിയേണ്ടതും ജീവിതത്തിൽ പഠിക്കേണ്ടതുമാണ്. അപ്പൊ ഒരു ഭാര്യയെ തൊട്ടു, അതുകൊണ്ടൊന്നും ഒളു മുറിയില്ല. ഫിഖിന്റെ കിതാബ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് വിഭാഗത്തിന്റെ ആവശ്യമില്ലല്ലോ. വലനാവൊളുൻ, ഞമ്മക്കൊരു ഒളുണ്ട്, ഞമ്മക്കൊരു ഒളുണ്ട്. എങ്ങനത്തെ ഒളുവാണ് ഞമ്മളെ ഒളുന്നറിയോ? ലാ തുബ്തിലുഹു നവാഖിലുൽ വുളൂഇ, ഒളുഇനെ മുറിച്ചു കളയുന്ന 4 കാര്യങ്ങളും മുറിയാത്തൊരു ഒളു നമുക്കുണ്ട്. ആ ഒളു ഏതാ? ഇതുപോലത്തെ ഒളു. ജനാപത്തുകാരനായ വ്യക്തി രണ്ടാമത് വീണ്ടും ഭാര്യയോട് ബന്ധപ്പെടാൻ ഉണ്ടാക്കുന്ന ഒളു, ആ ഒളുഇനെ മറ്റൊരു ജിമാഅേ ആ ഒളുഇനെ മുറിക്കുകയുള്ളൂ. ഭാര്യയെ തൊട്ടു, ഭാര്യയെ സ്പർശിച്ചു, അല്ലെങ്കിൽ ശരീരം തമ്മിൽ ബന്ധപ്പെട്ടു, കൂടിക്കലർന്നു, ശരീരം തമ്മിൽ ഒത്തിച്ചേർന്നു, ഇതൊന്നും ആ ഒളു മുറിയില്ല. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ആരെങ്കിലും അത്തരം ഒളു എടുക്കാതെ, അല്ലെങ്കിൽ ഒളു എടുത്തിട്ട് എന്താ കാര്യം, അത് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തൊടുമ്പോഴേക്ക് ഒളു മുറിയില്ലേ എന്നുള്ള ധാരണ സാധാരണക്കാർക്കുണ്ട്. ആ ധാരണ തിരുത്താൻ വേണ്ടി പറയുന്നു. അപ്പൊ അതുകൊണ്ട് ജനാപത്തുകാരൻ വീണ്ടും ഉറങ്ങാനോ അല്ലെങ്കിൽ തിന്നാനോ കുടിക്കാനോ മറ്റൊരു ജിമാഅോ ഒക്കെ ഉദ്ദേശിക്കുമ്പോൾ അവനും കുലിക്കുന്നതിന് മുമ്പേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒളു ഉണ്ടാക്കൽ സുന്നത്താണ്. ഹൈലുകാരിയും പ്രസവകാരിയും രക്തം നിന്നതിനു ശേഷം ഉറങ്ങാനോ തിന്നാനോ കുടിക്കാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒളു ചെയ്യൽ സുന്നത്താണ്. അപ്പൊ ഹൈല രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒളു ഇത്തരം ആവശ്യങ്ങൾക്കല്ലാതെ, എത്തരം ആവശ്യങ്ങൾക്ക് സുന്നത്തായ ആ പെണ്ണിന് കുലിക്കൽ സുന്നത്തായ ഹജ്ജിന്റെ കുലി പോലോത്തതായ സുന്നത്തായ കുലിയോട് താബിയായി വരുന്ന ഒളു പോലോത്തതേ ആ പെണ്ണിന് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ഉറങ്ങാൻ നേരത്തുള്ള ഒളു പോലോത്തത് ഹൈല രക്തം പുറപ്പെടുന്ന പെണ്ണിന്, പ്രസവ രക്തം പുറപ്പെടുന്ന പെണ്ണിന് സുന്നത്തില്ല.
സുന്നത്തില്ല എന്നല്ല, അത് പാടില്ല എന്നാണ് മസ്അല. അതുകൊണ്ട് സാധാരണക്കാർ ഒന്നുകൂടി മനസ്സിലാക്കാൻ ഫിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി അവർ രണ്ടാളുടെയും രക്തം നിന്നതിനു ശേഷം എന്ന് തന്നെയുണ്ട്. അപ്പൊ രക്തം നിന്നാലേ എന്തുള്ളൂ, നിർബന്ധമുള്ളൂ എന്നറിയുന്നു. ഇഷ്കാല് തീർന്ന എവിടെയും പഴിച്ചിട്ടുണ്ടാവൂല എന്നുള്ള ഉറപ്പോടുകൂടെയാണ് പറയുന്നത്. ഇനി എവിടെങ്കിലും തക്കദ്ദുമോ താഹുറക്കും മൊയ്യമാല ഭാഷയിലെ തക്കദ്ദുമോ താഹുറക്കും വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായി അറിയിക്കണം. ഞാൻ നമ്മുടെ ജലീൽ സക്കാഫി ഉസ്താദിന്റെ ചോദ്യവും ഉത്തരവും വായിച്ചത് നമ്മൾ ഈ പറഞ്ഞതിന് ഒരു പിൻബലം. കാരണം നമ്മളെക്കായൊക്കെയും ഫിഖുവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന തൊയ്ഫ പോലത്തെ കിതാബുകളൊക്കെയും ആധികാരികമായി ഓതിക്കൊടുക്കുന്ന വ്യക്തിത്വമാണ് ചെറുചോല ജലീൽ സക്കാഫി ഉസ്താദ്. അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. ഉസ്താദിന്റെ ചോദ്യവും ഉത്തരവും ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. കാരണം പലവർക്കൊരു ധാരണ ഉണ്ട്, ഹൈലുകാരിയായ പെണ്ണിന് ഒളുണ്ടാക്കി ഉറങ്ങൽ സുന്നത്താണ്. പക്ഷെ അത് ശരിയല്ല. ഹൈലുകാരിയായ പെണ്ണിന് രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുമ്പോൾ ഒളുണ്ടാക്കുന്നത് ശരിയല്ല. ഹൈല് രക്തം നിന്ന് കുലിക്കുന്നതിന് മുമ്പ് ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒളുണ്ടാക്കൽ സുന്നത്താണ്. ഇത്രയും പറഞ്ഞ് ആരെങ്കിലും മൈക്കയിലേക്ക് വരുന്ന ബാങ്ക് കൊടുക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله تعالى وبركاته. السلام عليكم ورحمة الله تعالى وبركاته. جزاكم الله خير الجزاء يا أستاذ. الحمد لله. നല്ല പഠനാർഹമായ വിഷയങ്ങളുമായിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അമറയ്യൻ ഉസ്താദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ സേവനത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നിഅമത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഉസ്താദിന്റെ ജോലിയിലും സേവനത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നിഅമത്തും എല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഒരുപാട് കാലം നമുക്ക് ക്ലാസ് എടുത്ത് തരാനും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇത് റെക്കോർഡ് ചെയ്ത് ആരൊക്കെയുണ്ട്? എനിക്ക് പകുതി ക്ലാസ് മിസ് ചെയ്യാം. യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? സംശയങ്ങൾ ചോദിക്കാൻ ഉസ്താദ് ബാങ്ക് കൊടുത്തിട്ട് പള്ളിയിൽ പോകാൻ തോന്നുന്നു. ഉസ്താദിന് സമ്മതം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ചോദിക്കാം. ഇല്ലെങ്കിൽ യാത്ര ഇപ്പൊ കർട്ടിങ് എടുത്ത മലയാളത്തിലാക്കി തരും. ഉസ്താദിനെ പബ്ലിക്കിലെ PM കൊടുത്താൽ മതി. നാട്ടിൽ ബാങ്കിന് സമയമാണ് പറയുന്നു. അതെ PM ഹലോ, ശബ്ദം ഓക്കെ? ഷഹീർ മൈക്ക് വിട്ടതാ? ഹലോ, ഷഹീർ മൈക്ക് വിട്ടതാണോ? മുമ്പോയാ ഷഹീർ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഷഹീർ പോയിനോന്ന്. എന്റെ ആർക്കെങ്കിലും ഈ വിഷയത്തിൽ വല്ല ഇഷ്കാലക്ക് പുതിയ ഇഷ്കാല് കിട്ടിയാൽ പുതിയ ഉത്തരം കണ്ടെത്തല്ലോ. നമ്മൾ PM ഒന്നും ചെയ്യാം. അതൊക്കെ ഇഷ്കാലുണ്ടാവും. മൈക്കയിൽ വരാൻ പറ്റുമല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ പുറമുള്ള ഏതെങ്കിലും കുറെ വിഷയത്തുമ്പോൾ നേരല്ല. വാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒലു എടുക്കാൻ പോയി. അൽഹംദുലില്ലാ 786 എന്തോ സംശയമുള്ള മാതിരി. യാത്തൈബ എന്തോ പബ്ലിക്കിൽ എന്തോ യാത്തൈബ പോയാ? യാത്തൈബ അരീക്കോട് ശബ്ദം കേൾക്കണ്ട? ആരുമില്ല, ഒരു ഇഷ്കാലില്ല. ഇനി എന്ത് ഇഷ്കാലാ ഈ വിഷയത്തിൽ? ഇനി ഒരാൾക്ക് ഇഷ്കാല് വരികയെന്ന് പറഞ്ഞാൽ ഓനക്ക് ഇനി എങ്ങനെ ആവർത്തിക്കല്ലേ?
എന്റെ ഓരോ ഭാഗങ്ങളും അതെ അല്ലാതെ ഉസ്താദ് പറയുമ്പോഴേ മൈക്കല് വരും എന്താ പറഞ്ഞു ഉസ്താദ് പറയുമ്പോഴേ എന്താ വിഷയം പറയും സമയമില്ല വാങ്ങുകൊടുത്തിക്കണ് ആർക്കില്ല. ഇപ്പൊ ഈ വിഷയം ഇപ്പൊ ആകത്തുക ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ആണെങ്കിൽ ഇനി ഒരു ചെറിയ ക്ലിപ്പാക്കി പോലും നോക്കുവാണെങ്കിൽ അങ്ങനെയും പോരാ. സംശയം ഏതാ കുവൈത്ത് വരി അവർക്ക് കട്ടൻ ചായയും കൊന്നിക്കണം അവൻ നടക്കണം. ഇപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് സ്നേഹമില്ലാത്ത വായിക്കല്ല 10:45 ഒച്ചതല നടത്തിയതാ. കുട്ടികൾക്ക് വാപ്പഞ്ഞും വേണ്ടേ. എന്താ നിങ്ങൾക്ക് സംശയം എന്ത് സംശയം? ഈ പറഞ്ഞ മസലയിലെ സംശയോ അതല്ല മസലയുമായി ബന്ധപ്പെട്ടതിൽ സംശയം? ഞാൻ ഇപ്പൊ മൈക്കൗത്ത് പോകും എന്തെങ്കിലും പറയും അല്ലെങ്കിൽ കൈ പൊക്കി ഇല്ല മുകളിൽ അടിച്ച എന്ത് ഇല്ലാന്ന് മുകളിൽ അടിച്ചതാണ്. ആരെങ്കിലും മൈക്കയിലേക്ക് വരും ഞാൻ മൈക്ക വിടാം. ഞാൻ അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അപ്പൊ ഏതാവാണെങ്കിൽ ഞാനൊന്ന് ചുരുക്കി നമ്മളിപ്പോ കുറേ വിശദീകരിക്കുമ്പോഴേ ഏതായിരുന്നാലും ഹൈല രക്തം മൊഴിയുക പ്രസവ രക്തം മൊഴിയുക അല്ല ഹൈല രക്തം എന്താ അതിൻ്റെ 7 ദിവസം കൊണ്ട് മക്ക വിടാൻ വേണ്ടി വന്ന ഒരു ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു അതാണ് അത് 7 ദിവസം കൊണ്ട് മക്ക വിടേണ്ടി വന്നാൽ ഇതായിരിക്കും സംശയം അല്ലേ. അപ്പൊ ഹൈല 7 ദിവസം കൊണ്ട് മക്ക വിടും വേണം, അതോടൊപ്പം ഹൈല രക്തം നിൽക്കില്ല, അതായിരിക്കും. അതാണോ? അതല്ല ഇഷ്കാല്? അതല്ല ഇപ്പൊ ഇങ്ങനെ ഇഷ്കാല് അതാണോ? ഒരു പെണ്ണിന് 7 ദിവസേ മക്കയിൽ നിൽക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഒന്നുകിൽ വിസയുടെ പ്രശ്നം, അതല്ലെങ്കിൽ ഒപ്പല്ലോല് പോകും. അല്ലെങ്കിൽ ഒപ്പല്ലോല് പോകും. കാരണം ഒരു ഒന്നായിട്ട് UAE ബസ് വിളിച്ചു വന്നതാണ്. ഓർക്ക് മക്കയിൽ നിൽക്കാൻ ഇത്ര ദിവസമായി കഴിഞ്ഞാൽ നേരെ ഓർക്ക് മദീനത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ UAE തിരിക്കണം, അല്ലെങ്കിൽ ഒമാനിലേക്ക് തിരിക്കണം. ബിസ്മില്ല. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുന്ന? വന്നാൽ അവര് പിന്നെ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. നമ്മളെ ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഹൈള് സമയത്ത് എന്ത് പറ്റൂല. പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞാല് 2ാം കൗലും ഇല്ല അവിടെ. ഷാഫിഈ മദ്ഹബ് പ്രകാരം ഹൈള അവസരത്തിൽ തവാഫ് ചെയ്താൽ സഹിയാകൂല. പിന്നെ അവരൊരു ചെറിയ ചാൻസ് ഇപ്പൊ പറഞ്ഞുതരാം. ഷാഫിഈ മദ്ഹബ് പ്രകാരമുള്ള ഒരു ചാൻസ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മദ്ഹബിന് മാറേണ്ടതാണ്. അതിപ്പോ പറയാൻ നിന്നാൽ എനിക്ക് എന്റെ ചോറ് കല്ലത്താവും. അത്ര നല്ലൊരു വിശദീകരണമാണ്. മറ്റു മദ്ഹബിലേക്ക് മാറിയിട്ട് പിന്നെ ഹൈലുകാരി തവാഫ് ചെയ്യുന്ന കോലം വരുമ്പോ വേറെ പലതും ശ്രദ്ധിക്കാണ്ട്. നമ്മുടെ ഷാഫിഈ മദ്ഹബ് പ്രകാരം ഒരു മസല ഉണ്ട്. എന്താ? 2 ഈ ഹൈള് രക്തത്തിന്റെ ഇടയിൽ കാണുന്ന ചില സ്ത്രീകൾക്ക് ഉണ്ടാവും. ഒരു 2 ദിവസം രക്തം കാണും, പിന്നെ ഒരു ദിവസം കാണൂല, പിന്നെ വീണ്ടും 2 ദിവസം കാണും. അപ്പൊ ഈ 2 ഹൈളിന്റെ ഇടയിലുള്ള ദിവസമല്ലേ ഈ രക്തം കാണാത്ത ദിവസം, അതും യഥാർത്ഥത്തിൽ എന്താവുന്നു? ഹൈളിൽ പെട്ടതാണ്. അതും ഹൈളിൽ പെട്ടതാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ മുഅ്തമദ്. ഒന്നുകൂടി പറയുന്നു. 2 ദിവസം ഹൈള് രക്തം കാണും, പിന്നെ ഒരു ദിവസം രക്തം കാണൂല, പിന്നെ വീണ്ടും 2 ദിവസമോ ഒരു ദിവസമോ കാണും. അപ്പൊ ഇവിടെ രക്തം കാണുന്ന ദിവസവും കാണാത്ത ഇടയിലുള്ള ഒരു ദിവസമില്ലേ, ഈ ദിവസങ്ങളൊക്കെ ഹൈളായിട്ടാണ് പരിഗണിക്കുക. അപ്പൊ ഹൈള് രക്തത്തിന്റെ ഇടയിൽ കാണുന്ന രക്തം കാണാത്ത ശുദ്ധിയുടെ ടൈമും എന്തായിട്ടാണ് കൂട്ടുക? ഹൈള് രക്തമായിട്ടാണ് കൂട്ടുക. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. എങ്കിൽ അവരുടെ ഷാഫിഈ മദ്ഹബില് 2ാമതൊരു അഭിപ്രായം ഉണ്ട്, അംഗീകരിക്കാവുന്ന ഒരു അഭിപ്രായം തന്നെ. ഈ ഹൈളു രക്തത്തിന്റെ ഇടയിൽ കാണുന്ന ശുദ്ധി എന്തല്ല, ഹൈളല്ല, അത് യഥാർത്ഥ ശുദ്ധിയായിട്ടാണ് കൂട്ടുക. ഹൈള രക്തം പൂർണ്ണമായും കുലിച്ച് ശുദ്ധിയായാലുള്ള ശുദ്ധി ഉണ്ടല്ലോ, അതേ ശുദ്ധിയായിട്ടാണ് ഹൈള് രക്തത്തിന്റെ ഇടയിൽ രക്തം കാണാത്ത സമയത്തിന്റെ വിധി എന്നും ഷാഫിഈ മദ്ഹബിൽ അഭിപ്രായമുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്യാം? നമ്മൾ 2 ദിവസം ഹൈളു രക്തം തുടങ്ങി, എന്നിട്ട് 2 ദിവസം ഹൈളു രക്തം തുടങ്ങിയാൽ എന്ത് ചെയ്യും? ആ പെണ്ണിന് കുറച്ച് രക്തം കാണാത്ത ഒരു ക്യാപ്പ് കിട്ടുന്നു വെക്കുക.
ആ ക്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ ഷാഫി മദ്ഹബിലെ 2ാം കൗല് പ്രകാരം ഹൈലു രക്തത്തിന്റെ ഇടയിൽ കാണുന്ന ശുദ്ധി അത് ഹൈലല്ല, യഥാർത്ഥമായ ശുദ്ധിയാണ് എന്ന കൗല് സ്വീകരിച്ച് ആ രക്തം കാണാത്ത സമയം നോക്കിയിട്ട് തവാഫ് ചെയ്ത് പൂർത്തിയാക്കുക. ആ പെണ്ണിന് ചിലപ്പോ ഇഞ്ഞു 2 ദിവസം 1 ദിവസം കഴിഞ്ഞാൽ ഇഞ്ഞു ഹൈലു രക്തം കാണും. ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ ഇടയിൽ രക്തം കാണാത്ത സമയത്ത് ചെയ്ത തവാഫ് പിന്നീട് രക്തം കാണുകയാണെങ്കിൽ സഹിയാകൂല. കാരണം പിന്നീട് വീണ്ടും ഹൈല രക്തം കാണലോടുകൂടെ രക്തം കാണാത്ത സമയം കൂടി ഹൈലായിട്ടാണ് പരിഗണിക്കുക. പക്ഷെ ഷാഫി മദ്ഹബിലെ 2ാമത്തെ കൗല് പ്രകാരം ഈ ഇടയിൽ രക്തം കാണാത്ത സമയം ഹൈലായിട്ട് പരിഗണിക്കില്ല എന്ന കൗല് പ്രകാരം ആ പെണ്ണിപ്പോ ശുദ്ധില്ല സൈമാണ്. ആ ക്യാപ്പ് നോക്കിയിട്ട് എന്താക്കുക, പോയി തവാഫ് ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ തവാഫ് ചെയ്ത് പൂർത്തിയാക്കാം. ഇതാണിപ്പോ ഒരു മാർഗം. ഷാഫി മദ്ഹബ് അവിടെ പിന്നെ നമുക്കൊന്നും ചിന്തിക്കാനില്ല, ഒളൂവിനെ കുറിച്ച് ചിന്തിക്കാനില്ല, തവാഫിന്റെ ഷർത്തുകളെ കുറിച്ച് ചിന്തിക്കാനില്ല, ഒന്നും ചിന്തിക്കാനില്ല. കാരണം എന്താ, ഷാഫി മദ്ഹബ് പ്രകാരം തന്നെയാണ് തവാഫ് ചെയ്യുന്നത്. പക്ഷെ തവാഫ് ചെയ്യുന്ന സമയത്തിൽ ഷാഫി മദ്ഹബിലെ 2ാം കൗല് സ്വീകരിച്ചു എന്നുള്ളൂ. ബാക്കി തവാഫിന്റെ ഷർത്തും ഫർളിലൊന്നും ചിന്തിക്കാനില്ല. ഓക്കെ, മനസ്സിലായോ? പക്ഷേ അതല്ല, 7 ദിവസമാണ് ഈ പെണ്ണിന് ഹൈല രക്തം ഉണ്ടാവുക. പക്ഷെ 7 ദിവസത്തിൽ നിന്ന് ഒരു തവാഫ് പൂർത്തിയാക്കാൻ മാത്രമുള്ള ക്യാപ്പ്, രക്തം കാണാത്ത ഒരു ക്യാപ്പ് കിട്ടൂല. തുടർച്ചയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവാഫ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മണിക്കൂർ എന്തായാലും വേണ്ടേ? നല്ല തിരക്ക് പെണ്ണുങ്ങളൊക്കെ ആവുമ്പോൾ 1 മണിക്കൂർ എന്തായാലും വേണ്ടി വരും അല്ലേ ഒരു തവാഫ് ചെയ്ത് പൂർത്തിയാക്കാൻ. ആണുങ്ങളാവുമ്പോ ചിലപ്പം കാബന്റെ എഴുത്തുകൂടെ ചുറ്റുമ്പോൾ 3/4 മണിക്കൂർ 1/2 മണിക്കൂറത്തേക്ക് ഒരു തവാഫ് ചെയ്ത് പൂർത്തിയാക്കാം. നട്ടുച്ച നേരത്തേക്ക് തവാഫിന് 1/2 മണിക്കൂറേറ്റ് തവാഫ് പൂർത്തിയാക്കാം. 7 ചുറ്റൽ, കാരണം എന്താ 4 കുറവായിരിക്കും. അപ്പൊ കാബന്റെ എഴുത്തുകൂടെ തന്നെ ആയി കിട്ടും. സ്ത്രീകളാവുമ്പോ എന്തായാലും ഇപ്പൊ ഒരു മിനിമം 1 മണിക്കൂർ വേണ്ടി വരും. ഈ 7 ദിവസത്തിൽ നിന്ന് രക്തം കാണാത്ത അത്ര സമയം പെണ്ണിന് കിട്ടൂല. അപ്പൊ അവരെന്തു മാർഗല്ല? ഷാഫി മദ്ഹബിലെ 2ാം കൗല് പ്രകാരം രക്തം കാണാത്ത ടൈം ശുദ്ധിയുടെ ടൈമാണ് എന്ന് വെച്ച് തവാഫ് ചെയ്ത് പൂർത്തിയാക്കാൻ അവരെ മാർഗല്ല. അപ്പൊ പിന്നെ അവിടെ മദ്ഹബൊന്ന് മാറേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ നമ്മൾ ഹനഫി മദ്ഹബ് പ്രകാരം ചില കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടി വരും. അപ്പൊ മദ്ഹബ് മാറുമ്പോ അത് സംബന്ധമായ മറ്റു നിയമവശങ്ങളും അവിടെ പഠിക്കേണ്ടി വരും. അല്ലാതെ കൂട്ടത്തിലൊന്ന് പറയാൻ അതിന്റെ ഒളൂവിന്റെ ചർച്ചയിൽ വരുന്നുണ്ട്. നമ്മളെ ഒളൂ മുതൽ സാധാരണക്കാർ ശ്രദ്ധിക്കാതെ പോയത് എന്ന ചർച്ചയിൽ ആ വിഷയം വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഷാഫി മദ്ഹബ് പ്രകാരം മുഅ്തമദ് പ്രകാരം സ്ത്രീകളെ തൊട്ടാൽ അന്യ സ്ത്രീകളെ തൊലി മറ കൂടാതെ തമ്മിൽ തൊട്ടാൽ ഒളു മുറിയും. പക്ഷെ ഹനഫി മദ്ഹബിൽ ഒളു മുറിയില്ല. അപ്പൊ സാധാരണ ഇപ്പൊ ഈ തവാഫ് ചെയ്യുമ്പോ നല്ല തിക്കും തിരക്കും ആയിരിക്കും. ചിലപ്പം ഭാര്യന്റെ കൈ മുറുക്കി പിടിക്കേണ്ടി വരും. മുതൽ കൈ കിട്ടണമെങ്കിൽ, നാട്ടിൽ വന്ന ഭാര്യനെ കിട്ടണമെങ്കിൽ കയ്യുമ്പോ മുറുക്കി പിടിക്കേണ്ടി വരും തവാഫ് ചെയ്യുമ്പോ. അപ്പൊ സ്വാഭാവികമായും ചിലപ്പോൾ ഒലൊക്കെ മുറിയാൻ സാധ്യത ഉണ്ട്. അപ്പൊ പിന്നെ അവിടെ എല്ലാവരും ചെയ്യുന്നത് എന്താ, ഹനഫി മദ്ഹബ് സ്വീകരിക്കണം. ഇനിയിപ്പോ വലിയൊരു ചർച്ചയായി മാറും. അപ്പൊ പിന്നെ അതേല് രക്തം കാണാത്ത സമയത്ത് നിസ്കരിക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ള ചർച്ചകളിലേക്ക് അത് കടക്കും. അതൊക്കെ ഹൈലുമായി ബന്ധപ്പെട്ട ചർച്ച. ഞാൻ ഇപ്പൊ ഇതിന് മറുപടിയാണ്. ഞാനതാണ് ഈ പരിപാടി ബാങ്കൊക്കും കൊടുത്ത് ഏകദേശം കുറെ സമയമായി. നമ്മൾ ഇനിയിപ്പോ ഞാൻ ആ ചർച്ചയിലേക്ക് അപ്പൊ പിന്നെ ഹൈല് സംബന്ധമായ വലിയൊരു ചർച്ചയിലേക്കാണ് നീങ്ങും. ഇപ്പൊ ഈ തവാഫിന്റെ വിഷയമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഇപ്പൊ തവാഫ് നമ്മൾ ഈ ചോദ്യം വന്നപ്പോ അതൊന്നും ഇത് പറയാനും മാത്രം ഇരിക്കട്ടെ. അപ്പൊ ഈ ഹനഫി മദ്ഹബ് പ്രകാരം ഒരു തവാഫ് ചെയ്യാനും പറഞ്ഞിട്ട് ചില സാധാരണക്കാർ എന്ത് ചെയ്യും? ചില സാധാരണക്കാർ എന്ത് ചെയ്യും? ഹനഫി മദ്ഹബ് സ്വീകരിച്ചു അത് ഷാഫി മദ്ഹബിൽ ഒരു ഒലുണ്ടാക്കിയിട്ട് പോയി തവാഫ് ചെയ്യലുണ്ട്. എന്നിട്ട് ഒന്നും കരുതാതെ തന്നെ അങ്ങനെ പെണ്ണുങ്ങളൊക്കെ തൊട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അത്തരം കാര്യങ്ങൾ സാധാരണക്കാർ അവരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതായാലും ആ PM ഒരു പണി നമ്മളെ ഷഹീർ ഗോത്തക്കലിനോണ്ട് അയച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ത്യയിലേക്കൊന്ന് ഞാൻ DNT ഒഴിവാക്കി തരാം. ഞാൻ നാളെപ്പോഴെങ്കിലും ക്ലാസ്സിൽ പറയാം. ഇനിയിപ്പോ ഞാൻ ആ വിഷയത്തിലേക്ക് കടന്നാലേ
എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ മുടങ്ങും. മനസ്സിലായോ? ആ PM ചെയ്ത ആളെന്തായാലും പേര് എന്താ ഇപ്പൊ നിങ്ങളെ പേര്? അമൃത സലീം എന്താ പേര്? ഏതായാലും ഞാൻ DNT ഒഴിവാക്കിയിരിക്കുന്നു. അതൊന്ന് ഇതിലേക്ക് അയച്ചാൽ നാളെ എപ്പോഴെങ്കിലും വിശദീകരിക്കാൻ നാളെ നാളത്തെ കാലത്തെ വരിക. പിന്നെ ഞായറാഴ്ചയാണ് അങ്ങനെ ഒന്നുണ്ട്. അതെ, അതെങ്ങനെയാണെങ്കിൽ 15 ദിവസം ഇടക്കിടക്ക് അശുദ്ധി വരും. PMന്റെ DNT ഒഴിവാക്കുമ്പോൾ ആകെ PMന്റെ 5 കളിയാണ്. ഏതായാലും ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഞാൻ ഇതിന്റെ ഉത്തരങ്ങൾ ഇപ്പൊ ഹൈലുമായിലെ ചർച്ചയിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാണ്. അതിന് പറ്റാവുന്ന ഒരു സമയമല്ല ഇപ്പൊ. പാമ്പൂത്ത് ഏകദേശം 12:45 1 മണിയായി. പിന്നെ ഉച്ചന്റെ 4 മണിക്ക് വിലന്ന് നമ്മളെ ചമ്മാട് കൊതിഞ്ഞിയിലെത്തണം. ഇന്നത്തെ രാത്രി ക്ലാസ് അവധിയാണ്. അങ്ങനെ ചർച്ചയിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. അപ്പൊ ഏതായാലും എന്താണ്, അങ്ങനെ നമ്മളെ ഷാഫി മദ്ഹബ് പ്രകാരം അങ്ങനെ കഴിച്ചിലാവാം. പക്ഷെ അതും കഴിച്ചിലാവാൻ മാർഗം ഇല്ലെങ്കിലോ, ഇടയിൽ രക്തം കാണാത്ത സമയം തന്നെ ഇല്ല. എല്ലാ ദിവസവും പൂർണ്ണമായും രക്തം കാണുകയാണ്. ഇത്ര ദിവസം കഴിഞ്ഞാൽ ആ പെണ്ണിന് മക്ക വിടുകയും വേണം. ഹജ്ജിന്റെ ഇഫാദത്തിന്റെ തവാഫ്, അതല്ലെങ്കിൽ ഉംറയുടെ നിർബന്ധമായ തവാഫ് പിന്നെ എങ്ങനെ ചെയ്യും? അതൊക്കെ ഒരിക്കൽ പഠിക്കണം. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും പഠിക്കാനും കേൾക്കാനൊക്കെയുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. 4 കോലത്തോലം 1 വേറെയും പല കോലങ്ങളും ഹൈലുകാരികൾ തവാഫ് ചെയ്യാനുള്ള ഒരു മാർഗം നമുക്ക് ഇത്തരം കുടുങ്ങിയ ഘട്ടത്തിൽ അല്ല, കുറെ സമയം ഇപ്പൊ ഇഫാദത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഫാദത്തിന്റെ തവാഫ് 10-15 ദിവസം മക്ക തന്നെയാണ്. ഹൈലിൽ നിന്നൊക്കെ കുളിച്ച് ശുദ്ധിയായതിന്റെ ശേഷം ഇഫാദത്തിന്റെ തവാഫ് ചെയ്താൽ മതി. അല്ലാതെ ദുൽഹജ്ജ് 10 അന്ന് 13 ഉള്ളിൽ തന്നെ ഇഫാദത്തിന്റെ തവാഫ് ചെയ്യണം, അങ്ങനെ ഒരു നിബന്ധന ഇല്ല. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ആകത്തുക ഹൈലുകാരിയായ പെണ്ണും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണും ഹൈല രക്തം പുറപ്പെടുന്ന നേരത്ത് ഉറങ്ങാൻ നേരത്തുള്ള ഉളുണ്ടാക്കുന്നത് ശരിയല്ല. അതുപോലെ തന്നെ പൊതുവിൽ അതിന്റെ മസാല ഹൈല രക്തം പ്രസവരക്തം പോലത്തത് മുറിയുക, അത് ഒളുവും കുളിയും സഹീഹാവാനുള്ള ഷർത്താകുന്നു. ഇനി ഹജ്ജിൻ്റെതായ സുന്നത്തായ കുലികൾ, അതുപോലെ തന്നെ മയ്യത്ത് കുലിപ്പിച്ചതിന്റെ പേരിലുള്ള സുന്നത്തായ കുലികൾ ഹൈലുകാരിയായ പെണ്ണിനും പ്രസവരക്തം പുറപ്പെടുന്ന പെണ്ണിനും പ്രസവരക്തം പുറപ്പെടുമ്പോൾ തന്നെ ആവാം. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട സുന്നത്തായ കുലികൾ ചെയ്യുമ്പോൾ ഏത് സുന്നത്തായ കുലിയാണെങ്കിലും അതിന്റെ മുന്നോടിയായിട്ട് ഒളു സുന്നത്താണ്. ആ ഒളു ആർക്കും അനുവദനീയമാണ്. ഹൈല രക്തം പുറപ്പെട്ടും കൊണ്ടിരിക്കുന്ന പെണ്ണിനും അനുവദനീയമാണ്. പിന്നെ ഹൈല രക്തം നിന്നതിനു ശേഷം, പ്രസവരക്തം നിന്നതിനു ശേഷം കുലിക്കുന്നതിന് മുമ്പ് ഉറങ്ങാനോ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനോ വല്ലതും തിന്നാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവർക്ക് കുലിക്കുന്നതിന് മുമ്പ് ഹൈല രക്തം നിന്നതിനു ശേഷം ഒലുണ്ടാക്കൽ എന്താണ്? സുന്നത്താണ്. അതുപോലെ തന്നെ ജനാബത്തുകാരൻ കുലിക്കുന്നതിനു മുമ്പ് വീണ്ടും ജിമാ ചെയ്യാനോ തിന്നാനോ കുടിക്കാനോ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനും ഒലു ചെയ്യൽ സുന്നത്താണ്. അവിടെ സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ടാവും. ജനാബത്തുകാരൻ വീണ്ടും ശാരീരികമായി ബന്ധപ്പെടാൻ ഒലു ചെയ്താൽ അവിടെ സ്ത്രീയുടെ ശരീരവുമായി സ്പർശിക്കുമ്പോൾ ഒലു മുറിയില്ലേ? ആ ഒലു അതുകൊണ്ട് മുറിയുന്നതല്ല. ഒലു മുറിയുന്ന 4 കാര്യങ്ങളെ കൊണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പറയാം. നിങ്ങളെ സംശയം തീരാൻ വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഓർമ്മക്ക് വന്നതാണ്. ഭാര്യയുമായി രണ്ടാമത് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ ഒതുണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന്. അത് ശ്രദ്ധിച്ചോളി. ശാരീരികമായി ബന്ധപ്പെട്ട് കൊല്ലി നിർബന്ധമായി. എന്നിട്ട് ഓനക്ക് തോന്നി അപ്പൊ ഒന്നും കൂടി ബന്ധപ്പെടാൻ വേണ്ടി ഇവന് ഒതുണ്ടാക്കി കഴിഞ്ഞപ്പോ ഇവനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി. മൂത്രം ഒഴിച്ചു വന്നു. ആ ഒലു മുറിഞ്ഞിട്ടില്ലാന്ന്. സംശയം തോന്നോ? ഈ ഒലു ഇവിടെ മുറിഞ്ഞിട്ടില്ലാന്ന്. പോയി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണില്ലല്ലേ? ചെയ്യണേ മണ്ടേ കേറുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തില്ല, ഒരിക്കൽ അതെന്താന്ന് ചോദിച്ചാ അപ്പൊ അതന്നല്ലേ ഇപ്പൊ ഇതുവരെ പറഞ്ഞത്. ഇവന്റെ ഒന്നും മുറിഞ്ഞിട്ടില്ല. അതല്ല നിന്നെ കൊണ്ട് ഒച്ച ദീപിക്കുന്നത്. ഇവൻ കുലി നിർബന്ധമായി, ശാരീരികമായ ബന്ധം കാരണം കുലി നിർബന്ധമായി. ഇവനിക്ക് ഇനി ഒന്നും കൂടി ബന്ധപ്പെടുമ്പോൾ അതിന്റെ മുമ്പ് കുലിക്കണില്ല. ഒലുണ്ടാക്കൽ സുന്നത്താണ്. അങ്ങനെ ഒലുണ്ടാക്കി കഴിഞ്ഞതിന്റെ ശേഷം ഓനക്ക് തോന്നി ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് തോന്നി.
ഓൻ പോയി മൂത്രം ഒഴിച്ചു. അപ്പോഴും ഏത് ഒലു മുറിഞ്ഞിട്ടില്ല, ഇതിനുണ്ടാക്കിയ ഈ ഒലു മുറിഞ്ഞിട്ടില്ല. ആ ഒലു ഇനി എന്തോന്റെ മുറിയുകയുള്ളൂ, എന്തെന്റെ മുറികയുള്ളൂ, മറ്റൊരു ജമാഅ് കൊണ്ടേ മുറിയുകയുള്ളൂ. വല്ലാത്തൊരു ഒലു എന്നത്. ഇതൊന്നും അറിയാത്തത് കൊണ്ട് എന്താണ് പലവരും ഒലു ഉണ്ടാക്കൂല. അപ്പൊ അതുകൊണ്ട് എന്താ നമ്മളെ മക്കൾക്കാ കേട് വരിക. അതിമ്മ ശ്രദ്ധിക്കണം. ഏത് ബന്ധപ്പെടലിലാണ് നമ്മുടെ ഭാര്യ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. ചിലപ്പോ ആദ്യത്തെ ബന്ധപ്പെടൽ കൊണ്ടായിരിക്കില്ല ഈ എന്താകുന്നത് ഗർഭം ധരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കൊണ്ടായിരിക്കില്ല ബന്ധപ്പെടലിലായിരിക്കും ഒരു ഗർഭം ധരിക്കുന്നത്. അപ്പൊ ആ ഗർഭം ധരിക്കൽ എന്താവണം? ഒതു കൂടെയാവണം. ഞാൻ ഇപ്പൊ ഒലുണ്ടാക്കിയിട്ട് എന്താ കാര്യം? എന്റെ ഒലു മുറിയിലേനക്കും തോന്നുന്നവരുണ്ട്. അതാണ് സാധാരണ എന്താണ് സാധാരണ മുഴത്തബലത്തായ നെയ്യത്ത്. അതിനെ അത് തൊയ്ഫ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഈ ഒലു എന്താണ് നമ്മളെ രണ്ടാമത് പുതുക്കി ഉണ്ടാക്കൽ സുന്നത്തായ ഒലുല്ലേ. ഇപ്പൊ ലുഹ്ർക്ക് ഉണ്ടാക്കിയ ഒലു മുറിഞ്ഞിട്ടില്ല, അസർക്ക് ഓൻക്ക് ഒലുണ്ട്. പക്ഷെ അസർ നിസ്കരിക്കാൻ വേണ്ടി വീണ്ടും ഒലു പുതുക്കൽ സുന്നത്താണ്. ഒലു പുതുക്കൽ സുന്നത്തായ ഒലുയിൽ സാധാരണ പരിഗണിക്കപ്പെടുന്ന അംഗീകൃതമായ നെയ്യത്തുകൾ വെക്കുന്നത് പോലെ ഇത്തരം ഒലുയിലും അങ്ങനത്തെ നെയ്യത്തുകൾ തന്നെ വെക്കല് നിർബന്ധമാണെന്നും തൊയ്ഫ പോലത്തെ ഫിഖിന്റെ കിതാബ് വളരെ വ്യക്തമായി പറയുന്നു. ഞാനൊരാള് അർജന്റായി ഒരു മിനിറ്റ് നമ്മളെ ലത്തീഫാജി വിളിച്ചും കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹലോ, നാട്ടിലെത്തിയ ഒരു മിനിറ്റ് ഫോൺ വെക്കല്. ഞാൻ മൈക്ക് വിടട്ടെ. ഒരു മിനിറ്റ് വെക്കല് ഒരു മിനിറ്റ്. ഞാൻ ലത്തീഫാജി നാട്ടിലെത്തിച്ചിട്ടുണ്ട്. പക്ഷെ 30 മിഞ്ഞാൻ നമ്മളെ ക്ലാസ് റൂമിൽ എന്തായുണ്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിക്കാൻ കാരണം അറിയില്ല. ഏതായാലും ബാക്കി സംശയങ്ങളും കാര്യങ്ങളും മലയാളത്തിൽ PM ചെയ്യുക. തൽക്കാലം ദുആ വസിയത്തോടെ മൈക്ക് വിടുന്നു. പറഞ്ഞതിൽ വല്ല